ഞാൻ ചന്ദ്രശേഖരൻ നായർ. എൻ്റെ ജനനസ്ഥലം ഓട്ടുകാലാണ്. ബാലരാമത്തിന് വെടിയത്തിനും ഇടയ്ക്ക് ഓട്ടുകാൽ വില്ലേജിൽ കെ കെ കേശവപിള്ളയുടെയും അമ്മക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അവിടുത്തെ നാട്ടിൻപുറത്തുള്ള സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം, ഒരു വർഷം നെല്ലിമൂട് ന്യൂ ഹൈസ്കൂളിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അടുത്ത പ്രാവശ്യം അവിടുന്ന് വെങ്ങാനൂർ ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലും പഠിച്ചു. അവിടെ നിന്ന് ധനുച്ചേരം VTM NSS കോളേജ് ആരംഭിച്ച വർഷം കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അത് കഴിഞ്ഞിട്ട് MG കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അവിടെ നിന്ന് ഡിഗ്രി എടുത്തു. പിന്നീട് പ്രൈവറ്റായിട്ട് MAക്ക് പഠിച്ചു, LLBക്ക് പഠിച്ചു. LLB ലോ കോളേജിൽ കുറച്ച് കാലം പഠിച്ചു. പരീക്ഷ എഴുതാനും കോഴ്സ് പൂർത്തിയാക്കാനും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. അത് കടന്നു വരണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടൊന്നും അല്ല കടന്നു വന്നത്. ജോലി അന്വേഷിച്ച് നടന്നു. പലപ്പോഴും പലയിടത്തും തട്ടി പല ടെസ്റ്റുകളൊക്കെ എഴുതി അവസാനം ട്രാൻസ്പോർട്ടിൽ KSRTCയിൽ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. സഹാബ് ഇമ്പിജ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അന്ന് എനിക്ക് ഇട്ട റാങ്ക് ലിസ്റ്റിൽ 305ാമത്തെ പേര് എൻ്റേതായിരുന്നു. പക്ഷേ കുറച്ച് പേരെ എടുത്തുള്ളൂ. അതുകൊണ്ട് അത് കിട്ടിയില്ല. പരാതിയില്ല. അങ്ങനെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ ശ്രീ ബാലരാമൻ നായർ പബ്ലിക് റിലേഷനിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയറായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലിയില്ലാതെ നിൽക്കില്ല, എന്നൊരു കാര്യം ചെയ്യുക, പത്രത്തിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് സദേൺ സ്റ്റാർ പത്രം ആരംഭിച്ചു. അദ്ദേഹം അവിടെ ജോലി ചെയ്യായിരുന്നു. എന്നെ അവിടെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അവിടെ പോയി. അങ്ങനെ പത്രം തുടങ്ങി 4ാമത്തെ മാസം ഞാനവിടെ ജോലിക്ക് പോകുന്നു. ഏതാണ്ട് ഒരു കൊല്ലത്തോളം അവിടെ സബ് എഡിറ്ററുടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്രഡിറ്റേഷൻ സദേൺ സ്റ്റാറിന് കിട്ടുന്നത് എനിക്കാണ്. എൻ്റെ പേരിൽ അക്രഡിറ്റേഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ബ്യൂറോയിലേക്ക് മാറ്റി. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്രസ് റൂം എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. അവിടെ ചെന്ന് VP മാധവൻ നായർ എന്ന് പറയുന്ന സാറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. രാജേന്ദ്രനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ പോയി പബ്ലിക് റിലേഷനിലുണ്ടായിരുന്ന ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. മാധവൻ സാറിനുമായിട്ട് ബന്ധപ്പെടുത്തി. പിന്നെ അവിടുന്ന് വാർത്തകളെല്ലാം എഴുതി കൊണ്ടുപോയി ആഫീസിൽ കൊടുക്കും, അവിടെ ഇരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ്പ്രസ്സിൽ ആളില്ലാത്ത സമയമായിരുന്നു. ഇന്ന് ചെറുത്ത് സാറ് ഒരു കൊള്ളാവുന്ന പയ്യന്മാരുടെ ഒരാളിനെ സംഘടിക്കണമെന്നുള്ളത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ ചെന്ന് വരുന്നത്. അങ്ങനെ എക്സ്പ്രസ്സിൽ പാർട്ട് ടൈമായിട്ട് ജോലി തുടങ്ങി. സദേൺ സ്റ്റാറിൻ്റെ ജോലിയും തുടർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടും കൂടി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പം സദേൺ സ്റ്റാറിൽ നിന്ന് മാറണമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ അക്രഡിറ്റേഷൻ വേറൊരാളിന് ഉപയോഗിക്കാമെന്ന് അവർക്കും തോന്നി. എനിക്ക് എതിർപ്പം വന്നില്ല. അങ്ങനെ അക്രഡിറ്റേഷൻ മാറ്റിയിട്ട് സദേൺ സ്റ്റാറിൻ്റെ ലേഖനം എന്നുള്ള മാറി എക്സ്പ്രസ്സിലേക്ക് നിന്നു. അപ്പോഴത്തേന് എക്സ്പ്രസ്സിൽ അക്രഡിറ്റേഷൻ എനിക്ക് കിട്ടി. ബൈലൻ എഴുതി കൊടുത്തിട്ടില്ല. കാരണം അന്ന് ബാലരാമൻ നായർ അദ്ദേഹമാണ് വാർത്തകളെല്ലാം എഴുതിയിട്ട് ഞാൻ പോകുന്നതിന് ശേഷം അദ്ദേഹം പോവുള്ളൂ. പക്ഷേ പിന്നെ രാജേന്ദ്രനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഞാനവിടെ രാത്രി വരെ ഇരിക്കും. രാത്രിയാകുമ്പോൾ ഞാൻ വീട്ടിൽ പോരും. അങ്ങനെ എക്സ്പ്രസ്സിൽ വന്നപ്പോൾ എക്സ്പ്രസ്സിൽ സാർ കിട്ടിക്കൊണ്ടിരുന്ന അപേക്ഷിച്ച് നോക്കുമ്പോഴും ഈ ശമ്പളം അല്ല, എനിക്ക് വീട്ടിൽ നിന്ന് ദിവസേന 5 രൂപ അച്ഛൻ പടി തരുമായിരുന്നു. അപ്പം വണ്ടിക്ക് പോയി കൊടുത്ത് അക്രഡിറ്റേഷൻ കിട്ടിയോണ്ട് പിന്നെ ബസ് കൂലി കൊടുക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ ഈ 5 രൂപ കൊണ്ട് അവിടെ നിന്ന് ആഹാരം കഴിച്ച് വൈകിട്ട് വീട്ടിൽ എത്തണം. ഇതായിരുന്നു നമ്മുടെ പരിപാടി. പിന്നെ എക്സ്പ്രസ്സിൽ വരുന്നപ്പോഴത്തേക്കും അവിടെ 3 മണിക്ക് സാറ് ഉറക്കം എണീക്കും. ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞ് 3 മണിക്ക് ഉറക്കം എണീക്കും. അപ്പോൾ അതിനുശേഷം അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ വൈകിട്ട് 6:30 വീട്ടിൽ പോകാം. പിന്നീടുള്ള ജോലി അദ്ദേഹം ചെയ്തോളൂ. അങ്ങനെ വന്നപ്പോൾ പകൽ ആഫീസ് എന്ന് പറഞ്ഞത് സെക്രട്ടറിയുടെ പ്രസറമാണ്. മാധവൻ സാറിൻ്റെ ശിഷ്യത്വത്തിലാണ് പ്രധാനമായിട്ടും ഇവിടെ പോയത്. കാലത്തെ പ്രസറിൽ ചെല്ലും, അവിടെ ഇരിക്കും, ഉച്ചവരെയുള്ള കാര്യങ്ങൾ നോക്കും.
ആരെങ്കിലും മന്ത്രിമാരെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പോകും, വാർത്തകൾ ശേഖരിക്കും, അവിടെ ഇരുന്ന് തന്നെ എഴുതും. പ്രസ്തുതമായിരുന്നു ശരിക്കുള്ള ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നത്. വൈകിട്ട് 3 മണിക്ക് ഓഫീസിൽ TV അപ്ഡേറ്റ് വരും, അപ്പോൾ അവിടെ നിന്ന് വാർത്ത കൊടുക്കും. പിന്നെ എന്തെങ്കിലും അവിടെ ഓഫീസിൽ നിന്ന് ജോലി ചെയ്യേണ്ടതെങ്കിൽ ആ ജോലിയും ചെയ്യും. വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോവാം. ചെറുത്ത് സാറ് ഞാൻ കണ്ട പത്രക്കാരിൽ വളരെ അന്തസ്സും ആഭിജാത്യമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആളാണ് ചെറുത്ത് സാറ്. പക്ഷേ ന്യായവും നീതിയും വിട്ട് അങ്ങനെ ഒന്നിനും പോകില്ല, ഒരാളുടെ അവതാരത്തിനും പോകില്ല. അങ്ങനെ സർവീസ് ചെയ്യുന്ന കാലം മുഴുവൻ അതായിരുന്നു അദ്ദേഹം തന്നെയാണ് എനിക്ക് ഈ ഇതേപോലെയാണ് ശരിക്കുള്ള മാർഗദർശി. നല്ല രീതിയിൽ പോകണമെന്നുള്ളതിൻ്റെ മാർഗദർശി അദ്ദേഹം തന്നെയായിരുന്നു. ആരുടെയും അവതാരത്തിന് വേണ്ടി അദ്ദേഹം നിന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന കാര്യങ്ങൾ തന്നെ ഞാൻ എടുത്തിട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അപ്രീതി പിടിച്ചു പറ്റേണ്ടി വന്നു. പ്രധാനമായിട്ടും ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച്. പത്രാധിപർക്ക് സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടാണ് കെട്ടിടം വെച്ചതെന്ന് ചെറുത്ത് സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ പിന്നീട് ഒഴിയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിയാതെ വന്നപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുവായി മാറി. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിൽ യാതൊരു ദേഷ്യമില്ല. ഇതിങ്ങനെ സംഭവിച്ചു, ഓരോരുത്തരുടെ തലയിലെടുത്ത് അത്രേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തോടും പരാതിയില്ല. നമുക്ക് അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെറുത്ത് സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആവുന്നൊരു സാർ രാവിലെ വിളിച്ച് നമ്മളെ ഈ കുറേ ആട്ടുംപറ്റത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ആരെങ്കിലും ഉണ്ടോ, ഒരാളിനെ വിളിക്കാം, അന്ന് മന്ത്രിയുണ്ടോ, ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ KG സാറ് മാധവനാർ സാറ് വിളിക്കും. അപ്പോൾ അങ്ങനെ KG സാറ്, മാധവനാർ സാറ്, മൂർത്തി സാറ്, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മാധവൻകുട്ടി സാറ്, ഇവരെല്ലാം കൂടി ഞങ്ങൾ സെറ്റായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കാര്യങ്ങൾ പറയും. അപ്പം നേരത്തെ എപ്പോൾ ചെന്നതിനാൽ വാർത്തയുണ്ട്. മാധവനാർ സാറിനെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വാർത്ത കിട്ടും. അത് 3-4 പത്രങ്ങൾ കൊടുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് കഴിക്കുന്നവർക്കും മാധവനാർ സാർ പറഞ്ഞു കൊടുക്കും. ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറയാം, ഇന്നയാളുടെ ഫോൺ വരും, അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. ഞാനും പറഞ്ഞു കൊടുക്കും. ഇനി അങ്ങനെ ഈ ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന പത്രലേഖകരെന്ന് പറയാനൊക്കില്ല, പത്രത്തിൻ്റെ ഉടമകൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു തിരുവനന്തപുരത്ത് ബ്യൂറോയിലുണ്ടായിരുന്നത്. സാറിന് അദ്ദേഹം വർക്ക് ചെയ്യാത്ത പത്രങ്ങൾ വളരെ കുറവാണ്. പല പത്രങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ട്. പക്ഷേ ഒരു ഓഫീസിൽ ചെന്നിരുന്ന് അദ്ദേഹം ജോലി ചെയ്തിട്ട് അങ്ങനെ പഴയ കാലത്ത് കുറേ പത്രങ്ങൾ വർക്ക് ചെയ്ത് അവസാനം കേരള ഭൂഷണത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ എല്ലാ പത്രങ്ങളുടെയും ഒരു മാർഗദർശി അദ്ദേഹമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന കാര്യങ്ങളും മന്ത്രിമാരെ കാണാൻ പോകുന്നതിനും നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ മനോരമയിൽ ചുമ്മാർ സാറിൻ്റെ കാലത്ത് അവിടുന്ന് ലേഖകർ ഒരുപാടുണ്ടെങ്കിലും പത്രക്കാർ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ ഞാൻ ആ സെക്കൻഡിൽ മനോരമയിൽ നാൾ വരും ഇത് നോക്കാനായിട്ട്. അഥവാ ആരും വന്നില്ലെങ്കിൽ സാറ് തന്നെ കൊടുക്കും ഇന്നതാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോഴും സമയത്ത് എന്ത് സംശയം ചോദിക്കാം. പഴയ ചരിത്ര ഭൂമിശാസ്ത്രം എല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഈ മാധവനാർ സാറെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, ഈ പത്രപ്രവർത്തന രംഗത്തുള്ള ഏതാണ്ട് മിക്കവാറും അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ മിക്കവാർക്കും മാർഗദർശിയായിരുന്നു മാധവനാർ സാറ്. ആൾക്കാരോടുള്ള പെരുമാറ്റവും സ്നേഹവും വാത്സല്യവും എല്ലാം പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മളൊരു സാധനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് മാറ്റി എഴുതണം എന്ന് അവർ പറഞ്ഞു തരും. ആ രീതിയിൽ പത്രപ്രവർത്തനത്തിൻ്റെ A to Z പഠിപ്പിച്ചിട്ടുള്ളത് മാധവനാർ സാറാണ്. മന്ത്രിമാരുമായിട്ടെല്ലാം പേഴ്സണൽ ബന്ധം അദ്ദേഹത്തിന് ഉണ്ട്. ഇപ്പോൾ ബേബിയൻ സാറിനെ കണ്ടു കഴിഞ്ഞാൽ ബേബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ അത്ര പൈസ വേണമെന്ന് വെച്ചാൽ ബേബി ഇത്ര രൂപ ഉണ്ടാകുമെന്ന് പറയും, കൊടുക്കും. കാരണം ഒരു മനുഷ്യൻ്റെയും അവതാരത്തിന് വേണ്ടി പോകില്ല. അപ്പോൾ ബേബി സാറിനും ഇതറിയാം. മാധവനാർ സാറിന് ആർ ബാലകൃഷ്ണനുള്ള പിള്ളച്ചേട്ടൻ പിള്ളേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പം തിരിഞ്ഞു നിൽക്കും. എല്ലാ ആളുകളുമായിട്ടും അവർ ബന്ധം കണ്ടെത്തിയിരുന്നു എന്നുള്ളതല്ല. പത്രത്തിനേക്കാൾ വലിയൊരു രൂപമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. കൊടുത്ത അംഗീകാരവും മന്ത്രിമാരും മറ്റു
രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ആ രീതിയിലൊരു ബഹുമാനവും ആദരവും കൊടുത്തിരുന്നു. ഞാൻ ഇങ്ങനെ എക്സ്പ്രസ്സിൽ പെർമനൻ്റ് ആവുന്നതിന് പെർമനൻ്റ് ആയി കഴിഞ്ഞപ്പോൾ മാതൃഭൂമിന്ന് എന്നെ വിളിച്ചു. ഭാര്യ സാറിൻ്റെ കാലത്താണ് വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഭാര്യ സാറിൻ്റെ കാലത്ത്, ബി.ആർ. ഭാര്യ സാറിൻ്റെ കാലത്ത് പി.സി. സുകുമാരൻ സാർ രാജിവെച്ച സമയത്ത് അവർക്ക് പേരിൻ്റെ അറ്റത്ത് ഒരു അടയാളം കൂടി വേണം എന്നുള്ളതുകൊണ്ട് ഒരാളിനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, കെ ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃഭൂമിയുടെ ഒരു ലേഖകൻ്റെ പേര് പി.സി. സുകുമാരൻ നായർ പോയാൽ ഉണ്ട് പകരം എന്നുള്ളതിൽ നമ്മളാരുമല്ല എന്നാൽ പോലും അങ്ങനെ ഒരു തോന്നലിൽ അവരെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഫോട്ടോ ഒന്ന് മാധവനായർ സാറിന് ചോദിച്ചു. അപ്പോൾ മാധവനായർ സാർ പറഞ്ഞത് പോകാം, പക്ഷേ കുഴപ്പമില്ല, എക്സ്പ്രസ്സിലാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സ്ഥിരമായി കിട്ടും, മാതൃഭൂമിയിലാകുമ്പോൾ അവർ സ്ഥലം മാറ്റും, അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. മാധവനായർ സാറിൻ്റെ ഉപദേശം കേട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാദേശികമായിട്ടുള്ള എഴുതി കൊടുത്താൽ മതിയെന്ന് മറ്റേ വാര്യ സാറ് പറഞ്ഞിരുന്നു. ഞാൻ തിരിച്ച് വാര്യ സാറിന് പറഞ്ഞ് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒഴിവിലാണ് പ്രഭാകരനെ അവിടെ എടുത്തത്. പ്രഭാകരൻ പിന്നെ റെസിഡൻറ്റായിട്ടാണ് റിട്ടയറായത്. അത് കഴിഞ്ഞിട്ട് രാജസാറിൻ്റെ കാലത്ത് മാതൃഭൂമിയിൽ വീണ്ടും ഒരു ക്ഷണം വന്നു. അപ്പം രാജസാറും നമ്മളെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന നമ്മളെ അരുൺദാസ് സാറും കൂടി എന്നെ പ്രസ് റൂമിൽ വന്ന് വിളിച്ചു. ഒരു കാര്യം പറയണ്ട, വെളിയിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാളിനെ വേണം, അതുകൊണ്ട് ചന്ദ്രൻ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇന്നടത്ത് വർക്ക് ചെയ്യുകയാണ്, ഞാൻ വരാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞങ്ങളൊരു ടെസ്റ്റൊക്കെ നടത്തും, ആ ടെസ്റ്റിൽ പോകാൻ. ഞാൻ പറഞ്ഞു ഞാനത് വന്ന് ടെസ്റ്റ് തോറ്റിയാൽ അത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിന് അത് ഒരു ക്ഷീണമാവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ അതല്ല, പരീക്ഷയൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ഒരു ചടങ്ങിന് വന്ന് ടെസ്റ്റ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അപേക്ഷ കൊടുത്തു, പക്ഷേ ടെസ്റ്റിന് പോയില്ല. അങ്ങനെ ആ 2 പ്രാവശ്യം മാതൃഭൂമിയിലുള്ള ക്ഷണവും പോയി. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ടുള്ളത് നടക്കുള്ളൂ. അത് കഴിഞ്ഞ് എക്സ്പ്രസ്സിൽ ഇരിക്കുമ്പോൾ എക്സ്പ്രസ്സിൽ ബ്യൂറോയിൽ ചെറുപ്പത്ത് സാർ റിട്ടയർ ചെയ്ത സമയത്ത്, റിട്ടയർ ചെയ്തതിന് അല്പം മുമ്പ് ജോൺ സാർ വന്നു. ജോൺ സാറാണ് ഇവിടെ യൂണിയൻ്റെ നേതാവും വളരെ പ്രശസ്തനായിട്ടുള്ള പത്രക്കാരനാണ് തൃശ്ശൂർ. അപ്പോൾ ജോൺ സാർ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം, ആ ജോലിയും കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ കരം തീർത്ത് രസീതൊക്കെ ശരിയാക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കരം തീർത്ത് രസീത് വേണമെങ്കിൽ അതിൻ്റെ അളവും ഇതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ വന്ന് അളന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാകും എന്നുള്ളതുകൊണ്ട് തഹസീൽദാരുടെ പറഞ്ഞിട്ട് തഹസീൽദാർ വന്ന് ഈ ചെറുത്ത് സാർ ഉറങ്ങിക്കിടക്കുന്ന സമയമുണ്ട്, ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കിടയ്ക്ക്. ആ സമയത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കി ഏരിയയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അളവെടുത്ത് കൃത്യമായിട്ട് അളവ് കൊടുത്തിട്ട് പട്ടയമൊക്കെ ശരിയാക്കി പുതിയ മാനേജ്മെൻറ്റിൻ്റെ. ഞാൻ ചെറുത്ത് സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മുക്തിയാർ എഴുതി കൊടുത്തിരുന്നു ഈ കെട്ടിടത്തിനെ സംബന്ധിച്ച്, പത്രാധിപർ, പഴയ പത്രാധിപർ. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ മുക്തിയാർ അവർ തിരിച്ചു വാങ്ങിച്ചു. പിന്നെ ഉള്ളത് ആഫീസ് ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയിലാണ് താമസിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെറുത്ത് സാർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതിന് പിന്നെ അവസാനം അദ്ദേഹത്തിന് 1 കൊല്ലത്തോളം 1.5 കൊല്ലത്തോളം PR എന്നൊരു പോസ്റ്റ് കൊടുത്തിട്ട് ശമ്പളം കൊടുത്ത് വെച്ചിരുന്നു. പക്ഷേ PR എന്ന് വെച്ചാൽ അവിടെ താമസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധി അനുസരിച്ച് സ്വന്തമായിട്ട് അമ്പലമുക്കിലൊരു കെട്ടിടം ഉണ്ടായിരുന്നു, അതിനെ വിറ്റ്. അപ്പോൾ കെട്ടിടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിടം ഒഴിയേണ്ടി വരും കോടതിയിൽ പോയാൽ എന്ന് പറഞ്ഞിട്ട് കെട്ടിടം വിറ്റ്. പിന്നെ അവിടെ താമസിച്ചിരുന്നപ്പം അളവ് കഴിഞ്ഞപ്പം ഒരു ചെറുത്ത് സാറിന് എൻ്റെ കൂടി ഒരു പ്രയാസം വന്നു. കാരണം ചെറുത്ത് സാറ് പറഞ്ഞാണ് ഇത് എക്സ്പ്രസിൻ്റെ കെട്ടിടമാണെന്നും തിരുവനന്തപുരത്ത് ഈ മനോരമ ഉൾപ്പെടെ ഒരു പത്രത്തിന് സ്വന്തം കെട്ടിടം ഇല്ലെന്നും ഒക്കെ ചെറുത്ത് സാറ് പറഞ്ഞാണ് ഞാൻ അറിയുന്നില്ല, എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടാ. പക്ഷേ ആ അവസരത്തിൽ ഞാൻ എന്താ ഒരു കുറ്റം ചെയ്യുന്നുള്ളൊരു തോന്നൽ വന്നു. ആ തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ പോകാനും ഇടയില്ല. പക്ഷേ ഞാനത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ അതിലിപ്പോൾ തിരുത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തിന് അന്നും ഇന്നും ആ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ചെറുത്ത് സാറ് സർവീസ് ചെയ്യുന്ന കാലത്ത് മാനേജ്മെൻറ്റിൻ്റെ സ്വന്തം ആളായിരുന്നു.
റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നു. ഞാനതിൽ മാറേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ആ കെട്ടിടവും വേണ്ട, എനിക്ക് ക്വാർട്ടേഴ്സും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് അവിടെ ചെല്ലണം, ജോലി ചെയ്യണം, പോകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ആ കേസ് ഇപ്പോഴും കിടക്കുകയാണ്. അങ്ങനെ 10 പേര് അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ചെറുത്ത് സാറിനെ കാണാനായിട്ട് തന്നെ തയ്യാറാവില്ല. പലപ്പോഴും വന്നു കഴിഞ്ഞ് തമ്പാൻ്റെ എവിടെയെങ്കിലും നിന്നിട്ട് എന്നെ വിളിക്കും. ഞാൻ വണ്ടി കൊണ്ടുപോയി വണ്ടി കയറ്റി അങ്ങ് പോകും. അല്ലെങ്കിൽ തിരിച്ച് ഏതെങ്കിലും മന്ത്രിമാരെ കാണാനുണ്ടെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ എൻ്റെ സ്കൂട്ടറിൽ തന്നെയാണ് ഇവർ വരുന്നത്. ചിലപ്പോൾ കാറുണ്ടെങ്കിൽ കാറിൽ കയറ്റിക്കൊണ്ട് പോകും. പക്ഷേ ഇവർ തമ്മിൽ സംസാരത്തിന് ഇട ഉണ്ടാവരുതെന്ന് ബാലസ്വാമിക്ക് നിർബന്ധമുള്ളതുകൊണ്ടും ബാലസ്വാമി അങ്ങനെ ഒഴിഞ്ഞു പോയി. സാറ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചു. ഞാൻ രണ്ടിനും പോയിരുന്നു. അവരൊക്കെ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോനും മോളും എല്ലാം നമ്മളുടെ വലിയ കാര്യമാണ്. ഇപ്പം ഞാനൊരു കുറ്റം ചെയ്തതല്ല. അതിൽ ചെറുത്ത് സാറ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വാർത്ത കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തം ലേഖനം എന്ന് പറഞ്ഞ് കൊടുക്കുള്ളൂ. ചെറുത്ത് സാറിന് സ്വന്തം പ്രതിനിധി എന്ന് പറഞ്ഞ് കൊടുക്കും. സോപ്ര. അപ്പോൾ ഞാൻ സ്വന്തം ലേഖനം എന്ന് പറയും. സ്വന്തം പ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്കും ലേഖനേക്കാൾ മുകളിലെന്നാണ് ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് പേരിൽ ശ്രദ്ധിച്ചിട്ടില്ല. അവർ പലതവണ നിയമസഭ അവർ ചെറുത്ത് സാറിൻ്റെ ശേഷം ജോൺ സാറിൻ്റെ കാലത്തിന് ശേഷവും ജോൺ സാറുള്ളപ്പോൾ ജോൺ സാറാണ് ലേഖനം ഇത് അസംബ്ലി ഇതിൽ കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഞാൻ നിയമസഭ അവലോകനം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ നിയമസഭ വരുമ്പോൾ മാത്രം അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ വരും. വെള്ളിയാഴ്ച ദിവസം പുള്ളി തിരിച്ചു പോകും. ഞായറും ശനിയും കഴിഞ്ഞ് തിങ്കളാഴ്ച കാലത്ത് ഇവിടെ വരും. അന്നും ജോലി തന്നെ ഞാൻ ചെയ്യണം. കാരണം അവിടെ നിന്ന് വരുന്ന ആളുകൾ അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകും. പിന്നെ ഇവിടെ നിയമസഭ നടക്കുന്ന സമയങ്ങളിൽ അവരാൾ ജോലി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. അപ്പം ബ്യൂറോയിൽ 3-4 പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ദൂരദർശനിൽ ജോലിയുള്ളവർ ഉണ്ട്, പാർട്ട് ടൈമായിട്ട്. അവർ ദൂരദർശനിൽ പോകും. ഞാൻ പോലും പലപ്പോഴും അറിയില്ല എന്തിനാണ് പോയത്. അവർ പറയുകയില്ല. പരാതി പറഞ്ഞാലിട്ട് മുകളിലിരിക്കുന്നവർ അത് ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ അവരുടെ പല പല കാരണങ്ങളുണ്ട്. NSS ഏറ്റെടുത്ത് കുറച്ചപ്പോൾ അവരുടെ ആൾക്കാർ വന്നു. സുബ്രഹ്മണ്യ സ്വാമി വന്നപ്പോൾ സ്വാമിയുടെ ആൾക്കാർ വന്നു. അപ്പം പത്രത്തിൻ്റെ താല്പര്യം നോക്കുന്നതിന് വേണ്ടി ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് തൃശ്ശൂർ വിട്ടൊരു പരിപാടിയില്ല. തൃശ്ശൂർ എല്ലാവർക്കും അവരുടെ വീടുകളിലിരിക്കണം. തൃശ്ശൂർ വിട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പോലെയാണ്. തിരുവനന്തപുരത്ത് വരാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ തീരെ നിവർത്തിയില്ല വന്നപ്പോഴേക്കും ബാലകൃഷ്ണൻ കുന്നമ്പത്തിനെ തിരുവനന്തപുരത്തോട്ട് മാറ്റിയിട്ട് എന്നെ തൃശ്ശൂരിലേക്ക് മാറ്റി. ബാലകൃഷ്ണൻ തൃശ്ശൂർ വിടാനായിട്ട് ബാലകൃഷ്ണന് താല്പര്യമില്ല. ബാലകൃഷ്ണൻ പിന്നെ ഇവിടെ വന്നപ്പോൾ തേറമ്പലിൻ്റെ സ്വന്തം ആളായതുകൊണ്ട് തേറമ്പലിൻ്റെ MLA ഹോസ്റ്റലിൽ മുറിയിൽ താമസിച്ച് തിരിച്ച് ഞാൻ തൃശ്ശൂർ പോയി അവിടെ ലോഡ്ജിൽ താമസിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം പോയി ചീഫ് സെക്രട്ടറിയായിട്ട് അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു ട്രാൻസ്ഫർ വന്നു. അപ്പോഴും പോയി. അപ്പോഴും ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വാടക കൊടുക്കാൻ പൈസയില്ല, എനിക്ക് എന്തെങ്കിലും ഓഫീസിൽ 3-4 മുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഞാൻ അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. അത് പ്രസിൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കിടക്കാം. നല്ല സുബ്രഹ്മണ്യ സ്വാമി വന്നപ്പോഴത്തേക്കും നല്ല കട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് നല്ല മുറിയാണ്. അപ്പോൾ പ്രസിൻ്റെ ശബ്ദം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവിടെ കിടന്ന് ഉറങ്ങും. രാത്രി 10 മണി 11 മണി അവിടെ ജോലി ചെയ്യും. ചീഫ് സെക്രട്ടറി ഉണ്ട്. എപ്പോഴാണെങ്കിലും അവിടെ ക്യാൻറ്റീനുണ്ട്, ആഹാരമുണ്ട്. അങ്ങനെ ശനിയാഴ്ചയ്ക്ക് രാത്രി വീട്ടിൽ വരും. തിങ്കളാഴ്ച കാലത്ത് അങ്ങ് പോകും. അങ്ങനെ വർക്ക് ചെയ്യണം. അങ്ങനെ 2 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. അവിടെ ബ്യൂറോയിലും വർക്ക് ചെയ്തു ആദ്യം. പിന്നെ ഡെസ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വർക്ക് ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം വിട്ടു പോയത് അത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവമ്പാടി എന്നായിരുന്നു ആദ്യം. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്. അവിടെ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ വീട് എവിടെയാണ് ചോദിച്ചപ്പോൾ ബാലരാമപുരത്താണ്. അപ്പോൾ ബാലരാമപുരം ഞാനവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ പലപ്പോഴും പല പരിപാടികൾക്കും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ തിരുവമ്പാടി നിന്ന് മാറി പുതിയ കെട്ടിടം വാങ്ങിച്ച്. പുതിയ കെട്ടിടം വെച്ചാൽ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ കുടുംബസ്വത്തായിരുന്നു. ആ കെട്ടിടം വാങ്ങിച്ചിട്ടാണ് എക്സ്പ്രസ് അവിടെ ആരംഭിച്ചത്. 74 സെൻറ്റ് സ്ഥലവും 3 വർഷം റോഡുള്ള കെട്ടിടമാണ്. തൃശ്ശൂരിൽ അതുപോലെ ഒരു ഭൂമി വേറെ ഇല്ല. അത്രയും നല്ല സ്ഥലമാണ്. ഔഷധിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും. പിന്നെ സാംസ്കാരിക തലസ്ഥാനമാണ് ശരിക്കും അക്കാഡമികളും
മറ്റു കാര്യങ്ങളും. പിന്നെ എക്സ്പ്രസ് പത്രം തന്നെ ഒരു ഈ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഒരു എല്ലാ വിവരങ്ങളും കൊടുക്കുന്ന സാംസ്കാരിക നായകന്മാരടങ്ങിയതായിരുന്നു എക്സ്പ്രസ് കുടുംബം. അവരിൽ കല, സാഹിത്യം, സാംസ്കാരികം, കൃഷി എല്ലാത്തിനും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യം, പിന്നെ രാഷ്ട്രീയം എപ്പോഴും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് കൊടുക്കും. ഭരിക്കുന്നവർക്ക് അവർ കാണിക്കുന്ന ചെറിയ ന്യൂനതകളും ഉയർത്തി കാണിക്കും. പക്ഷേ ആരെയും വ്യക്തിപരമായി വിമർശിക്കില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ എഴുതുന്നത് ഒരു തരത്തിലും അവരെ മനഃപൂർവ്വം ഉദ്ധരിക്കുന്ന രീതിയിൽ അവരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയിലും മറ്റൊരു പത്രത്തിലും ഇല്ലാത്ത പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചിട്ടുള്ളത് എക്സ്പ്രസ് പത്രത്തിലാണ്. ബാക്കി പത്രങ്ങൾക്ക് പത്രം മുടക്ക് ഒരു താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ലേഖകന് താല്പര്യം ഉണ്ടാവും. എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസിൻ്റെ ലേഖകൻ ഏത് പാർട്ടിപ്പെട്ട ആളാണെങ്കിലും ശരി, പത്രത്തിൻ്റെ താല്പര്യം നോക്കുക അല്ലാതെ മറ്റു താല്പര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു മനുഷ്യനിൽ നിന്നും ഒരു ചീത്ത പേരുണ്ടാവേണ്ട അവസരം ഉണ്ടാവില്ല. കിട്ടുന്ന ശമ്പളം തന്നെ ചിലവ് കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രമാത്രം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കൊക്കെ കൂടുതൽ ശമ്പളമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. സെക്രട്ടേറിയറ്റ് എൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, സുരേന്ദ്രൻ എന്ന് പറയും. പുള്ളി തന്നെ പറഞ്ഞിട്ട് ഞാൻ രാജിവെച്ചിട്ട് വരട്ടെ, എക്സ്പ്രസ്സിൽ എനിക്ക് ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിന് ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളമായിരുന്നു കിട്ടിയിരുന്നത്. എനിക്ക് ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയുടെ ശമ്പളവും എൻ്റെ ശമ്പളവും കൂടി നോക്കുമ്പോൾ എനിക്ക് 1000 രൂപ കൂടുതലുണ്ടായിരുന്നു ഭാര്യയുടെ ശമ്പളത്തേക്കാൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തിച്ചിരുന്ന പത്രമാണ്. പക്ഷേ ഈ പത്രത്തിൻ്റെ ആനയ്ക്ക് ബലം ഇറങ്ങുകയെന്ന് പറയും, അതുപോലെയാണ് എക്സ്പ്രസ്സിന് പറ്റിയത്. എക്സ്പ്രസ്സിന് പറ്റിയത് ഈ പത്രാധിപർക്ക് പത്രത്തെക്കുറിച്ച് അതിൻ്റെ എന്ത് ഭാരമുണ്ടെന്ന്, എന്ത് മാന്യതയുണ്ടെന്ന്, എന്ത് രീതിയിലാണ് ജനങ്ങൾ പത്രത്തിൽ നോക്കിക്കാണുന്നതെന്നും പത്രാധിപരെ എങ്ങനെയാണ് കാണുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലിൽ പശു പറ്റി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ തിരുത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി. കാരണം ഈ ആ പത്രത്തിൻ്റെ തൃശ്ശൂരിൽ എക്സ്പ്രസ് പത്രത്തെക്കാൾ വലുതാണ് അദ്ദേഹത്തിൻ്റെ സഭയുടെ കീഴിലുള്ള ധനലക്ഷ്മി ബാങ്ക് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. അന്ന് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഇവരോട് പൈസ കടം വാങ്ങിയിരുന്നു എക്സ്പ്രസിൻ്റെ വികസനത്തിന് വേണ്ടി. ആ പൈസ എല്ലാം കൊണ്ട് ഒരു ഒറ്റയടിക്ക് അടയ്ക്കേണ്ടി വന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ബുദ്ധിമുട്ട് വന്നപ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി എൻ്റെ കൂടെ തുടങ്ങിയിരുന്നു. അത് പിന്നെ നിർത്തലാക്കി. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നെങ്കിലും സ്വാമി അതിൻ്റെ ഡയറക്ടറായി. പക്ഷേ ഡയറക്ടറായപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും പലപ്പോഴും എന്നെയും കൂടി വിളിച്ചുകൊണ്ട് പോയി ഈ ബാങ്കുകളിലൊക്കെ പരിശോധനയ്ക്ക് പോകും. പക്ഷേ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഡയറക്ടർ എന്നുള്ളതും എക്സ്പ്രസിൻ്റെ പത്രാധിപർ എന്നുള്ളതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാവുന്നത്. ധനലക്ഷ്മി ബാങ്കിൽ ഒരു 3 കൊല്ലോ 4 കൊല്ലോ അതിൻ്റെ ഡയറക്ടറുകളുടെ കാലാവധി കഴിയുമ്പോൾ പുറത്തു പോകാം. പക്ഷേ അതങ്ങനെ അല്ല. അപ്പോൾ അങ്ങനെ കുറേ ബാധ്യത വന്നപ്പം ഈ പൈസ തിരിച്ചടയ്ക്കാനായപ്പം കടം വാങ്ങിച്ചു. അപ്പം നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ തന്നെ അത് കടകം വീട്ടിൽ വന്നപ്പോൾ ഓഫീസിലുള്ള ആൾക്കാർ തന്നെ സ്വാമിക്ക് ഈ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അതുവരെ ഉണ്ടായിരുന്നത് സ്ഥാപനത്തോടും പത്രത്തോടും കൂറുള്ളവരായിരുന്നു. പിന്നെ കുറേ ആൾക്കാരെ പൈസ ഉള്ളവരെ നിയമിക്കും. ഇന്ന് ഒരു മേശ കസേരി അവിടെ വന്നാൽ നാളെ ഒരാൾ വരും എന്നുള്ളത് ഉറപ്പായി. അയാൾ ഇന്ന് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ വാങ്ങിക്കും. ആ വാങ്ങുന്ന പൈസയ്ക്ക് പലിശ കൊടുക്കും. പലിശ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഈ പലിശയും കൊടുക്കണം, അയാൾക്ക് ശമ്പളവും കൊടുക്കണം. ആ ശമ്പളമൊക്കെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് വെച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭരണമെല്ലാം അവരുടെ കയ്യിലായി. അപ്പോൾ പൈസ ഒരു പൈസയുടെ വ്യത്യാസം വരില്ല. അഥവാ എന്തെങ്കിലും നടന്ന 2 പൈസ വ്യത്യാസം വന്നാൽ ആ അടുത്ത മാസത്തെ കണക്കിൽ ആ 2 പൈസ ഇങ്ങോട്ട് തരാനുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കണക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതൊന്നും കണക്കില്ലാതായി. ടാക്സ് കൊടുക്കുന്നതിനൊക്കെ ഒന്നും കണക്കില്ല. നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ ടാക്സ് പിടിക്കും. പക്ഷേ എനിക്കും എൻ്റെ ഇൻകം ടാക്സിൻ്റെ രസീത് കിട്ടിയിട്ടില്ല. ഇൻകം ടാക്സ് കൊടുത്തിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സ്വാമിക്കൊരു പത്രം എങ്ങനെയെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയെന്നായി. അങ്ങനെ ഇപ്പോൾ ഇവിടെ ശ്രീ KP ഉണ്ണികൃഷ്ണൻ, അതുപോലെ
വേറെ ആരോ 1-2 പേര് വന്നു. പക്ഷേ KP ഉണ്ണികൃഷ്ണന് വന്നപ്പോൾ അദ്ദേഹം ഏറ്റെടുക്കുന്ന സൂചന വന്നപ്പോഴാണ് സുബ്രഹ്മണ്യ സ്വാമി അവിടെ വന്നത്. അതിനു മുമ്പ് NSS കുറച്ച് ദിവസം ഏറ്റെടുത്ത് തന്നു. ഈ NSS ഏറ്റെടുക്കുന്നതിന് മുമ്പ് NSSന് പത്രമില്ല. ഞാനൊരു ദിവസം ആഫീസിൽ നിന്ന് ഇങ്ങനെ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുമ്പം ഒരു ഫോൺ കോൾ വന്നു. രാമചന്ദ്രൻ നായർ മന്ത്രി എന്ന് പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ ബന്ധുവാണ്. അവരുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അവർ നീ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്ങയുടെ ഹാള് നിറയെ ആൾ, മന്ത്രിയുടെ ഓഫീസിൽ ഭൂരിപാട് ആൾ. ഞാൻ എന്തെങ്കിലും ഭംഗി പറഞ്ഞ് വിളിച്ചകത്ത ഒരു പ്രവേശനത്തിലുള്ള കൊച്ചു മുറി കൊണ്ടിരുത്തി, ഞാൻ നിൻ്റെ പത്രത്തിൻ്റെ ഡയറക്ടറാകുമ്പോൾ വേണം. ഞാൻ ചെയ്തങ്ങനെ, അതിപ്പോഴാരും പറയണ്ട, ഒരു 2 മാസത്തിനകത്ത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും, അപ്പോഴും പറഞ്ഞാൽ മതി എന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെ ആരുടെയും അത് പറയാനും പോയില്ല. 2 മാസം ആയപ്പോഴത്തേക്ക് പണിക്കർ സാറും ഇദ്ദേഹവും എൻ്റെ NSS പത്രം ഏറ്റെടുത്തു, എൻ്റെ ഡയറക്ടർമാരായി. പക്ഷേ ഡയറക്ടർമാരായി ആ പത്രത്തിൽ അപ്പോൾ NSSനാണെങ്കിൽ NSS എടുക്കാൻ തന്നെ കാരണം ഈ പത്രം മാതൃഭൂമിക്കാർ പടം കൊടുത്തില്ല, NSSൻ്റെ ചെറുപാടുകളൊക്കെ അവർ തഴയുന്നു, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പത്രം ഇല്ലല്ലോ, അതുകൊണ്ടൊരു പത്രം വേണം എന്നുള്ള ധാരണയിലാണ് അവർ ഏറ്റെടുത്തത്. അപ്പോൾ പത്രം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നപ്പോൾ തിരുവനന്തപുരം ഓഫീസ് വേണം. അപ്പം ഓഫീസിന് എന്ത് വില കിട്ടുമോ? ഞാൻ പറഞ്ഞ ഒരു 10-25 ലക്ഷം രൂപ കൊടുത്താൽ ഞാൻ കിട്ടും, നല്ലതാണ്, വാങ്ങിച്ചിരുന്നതല്ല. എന്നാൽ പിന്നെ അതും കൂടി നോക്കാമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇവിടുത്തെ ഓഫീസും കൂടി വാങ്ങാൻ വേണ്ടി പരിപാടി ഇട്ടിരിക്കുമ്പോൾ NSSൻ്റെ ഒരു പ്രതിനിധി സഭയുടെ എന്താ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്ന ദിവസം പത്രത്തിൽ അടിച്ച് വന്ന് NSSനെ ഉപദ്രവിച്ചുകൊണ്ട് അവർ പരമാവധി ദ്രോഹിക്കുന്ന രീതിയിൽ ഒരു വാർത്ത പത്രത്തിൽ വന്നു. അപ്പം അവർ അവർ ഞങ്ങൾക്ക് ഇതില്ലാന്ന് പറഞ്ഞു വാങ്ങിപ്പോയി. അല്ലെങ്കിൽ NSS എടുത്തെങ്കിൽ എൻ്റെ പ്രസ് അക്കാഡമിയുടെ പഴയ ചെയർമാനായിരുന്ന ശ്രീ അന്തരിച്ച PP രാമചന്ദ്രൻ സാറ്, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് പത്രം നടത്തുന്ന കൊണ്ടുപോയി. അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കൂടി വിളിച്ചു കൊണ്ടുപോയി. MG കോളേജിൻ്റെ ബാക്കിലുള്ള ഒരു വലിയ ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റൽ കൊടുക്കാം, ഒരു 2 കോടി രൂപ തന്നു കഴിഞ്ഞാൽ മാതൃഭൂമിയെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള പത്രം ഞാൻ ഇറക്കി തരാം, എനിക്ക് എൻ്റെ സംഗതിയൊക്കെ ഉണ്ട്, നിങ്ങൾ പൈസ മാത്രം മുടക്കിയാൽ മതി, ബാക്കി ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞാണ്. എല്ലാം കഴിഞ്ഞു പോയി. പക്ഷേ അവിടെ ചെന്നപ്പം പിന്നെ അദ്ദേഹത്തെയും കരയിപ്പിച്ചു, അദ്ദേഹം കളഞ്ഞു പോയി, പത്രവും ഇതായി. അങ്ങനെ NSSന് കളഞ്ഞിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി വന്നത്. അതിനിടയിൽ KP ഉണ്ണികൃഷ്ണൻ അദ്ദേഹം കുറച്ച് പൈസ കൊടുത്തൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ആ സത്യസ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി ഏറ്റപ്പോൾ സ്വാമിയെ ഏൽപ്പിച്ചെങ്കിലും കേരള ഘടകവും തമിഴ്നാട് ഘടകവും ഉണ്ടായിരുന്നു, 2 ഗ്രൂപ്പ്. അപ്പോൾ കേരളത്തിന് ഭരണം വേണമെന്ന് ഒരു വിഭാഗം, തമിഴ്നാട്ടിന് ഭരണം വേണമെന്നും വേറൊരു വിഭാഗം. തമിഴ്നാട്ടിൽ IAS എന്നും രാജിവെച്ച് സ്വാമിയുടെ പാർട്ടിക്കായിരുന്ന ചന്ദ്രലേഖ മാഡം, അതുപോലെ രവീന്ദ്രൻ സാറുണ്ടായിരുന്നു. രവീന്ദ്രൻ സാർ മരിച്ചുപോയി. രവീന്ദ്രൻ സാർ ഒരു പാലക്കാട്ടുകാരൻ, ക്ഷത്രിയനാണ്. കിട്ടുവിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹമായിരുന്നു, പോലീസിൽ DGP ആയിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വരുമ്പോഴത്തേക്കും എന്നെ വിളിച്ചുകൊണ്ടാണ് പോണത്. അവിടെ കൂടെയുള്ള പഴയ IPSകാരൊക്കെ താമസമുള്ള വീടുകളിൽ പോയി ഒരു സ്നേഹം പങ്കിടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഞാനും കൂടെ പോകും. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്നു. പക്ഷേ ഇവിടുത്തെ ഘടകമെന്ന് വെച്ചാൽ ഹരിഹരൻ വക്കീൽ ആണ് സ്വാമിയുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രസിഡൻറ്റ്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ GP സാർ കുറേ കാലം ഇത് നോക്കി നടത്തും. പക്ഷേ അദ്ദേഹത്തിന് സമയമില്ല, ഉള്ള സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ട് പോകാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. പക്ഷേ എല്ലാം കഴിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമിയും ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലാസ് എടുക്കും ഒക്കെ വന്നു. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അവസാനം ഈ പൈസ ചിലവാകുമ്പം കൊടുക്കുന്ന പൈസ എല്ലാം ചിലവ് മാത്രമേ ഉള്ളൂ, വരുമാനം ഒന്നും കാണുന്നില്ല. അപ്പോൾ സ്വാമി നോക്കിയപ്പോൾ സ്വാമി ഓരോ മാസം ശമ്പളത്തിന് വേണ്ടി 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം നോക്കിയപ്പം സ്വാമി വന്നപ്പോൾ തൃശ്ശൂരിൽ ആർക്കും ശമ്പളമില്ല, ബുദ്ധിമുട്ടായി. ഇതിനിടയ്ക്ക് അവിടെ ബോർഡ് വെച്ചു, സ്വാമി ഗോ ബാക്ക്. സ്വാമിക്ക് മലയാളം വലിയ പിടിയില്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷും
ഹിന്ദിയും മറ്റ് ഭാഷകളൊക്കെ സ്വാമിക്കറിയാം. അപ്പോൾ സ്വാമിയുടെ ഇവിടെയുള്ള ചില കക്ഷികൾ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് സ്വാമി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നേരെ എന്നൊക്കെ പറയും. പക്ഷേ സ്വാമിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ ഒരു പത്രത്തിൻ്റെ മുതലാളിയാണോ അല്ലെ ഓണറാണെന്നുള്ളൊരു ധാരണ വർത്തനം പുറത്ത് ഉണ്ടാവണം. ആ ഒരു നിലയിലാണ് സ്വാമി ഇത് വരുന്നത്. അപ്പോൾ സ്വാമി ഇത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ അന്വേഷിച്ചപ്പോൾ സ്വാമിക്ക് ഷെയർ കൊടുത്തു. പത്രത്തിൻ്റെ ഷെയർ ഒരുപാട് വാങ്ങിച്ചു കൂട്ടി. പക്ഷേ ഈ ആസ്തി ബാധ്യത നോക്കുമ്പോഴത്തേക്കും ബാധ്യതയാണ് വാങ്ങിച്ച് കൂട്ടിയത്, ആസ്തി അവിടെ കിടക്കുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു ഇത് നമുക്ക് ശരിയാവില്ല, പൈസ മുടക്കിയ പൈസ പോട്ട് കളഞ്ഞിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിഹരൻ വക്കീൽ പറഞ്ഞു സ്വാമി അങ്ങനെ ചെയ്യരുത്. സ്വാമി കഴിഞ്ഞ പ്രാവശ്യം 400 സീറ്റിൽ മത്സരിച്ചു. 1 ലക്ഷം രൂപ വെച്ചാണെങ്കിലും 4 കോടി രൂപ അതിന് ചിലവായി. അപ്പോൾ അത്രയും പൈസ ഇതിൽ പത്രത്തിൽ മുടക്കിയാൽ ഇതിവിടെ കിടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാമി ഒന്ന് അടച്ചിട്ട് എന്നാൽ പോട്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങ് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെട്ടിടവും സ്ഥലവും എല്ലാം ബാലസ്വാമിയുടെ പേരിലും കെട്ടിടത്തിൻ്റെ ബാധ്യതകൾ മുഴുവൻ സ്വാമിയുടെ പേരിലുമായി. അതാണ് സുബ്രഹ്മണ്യ സ്വാമി വിചാരിച്ചത് സ്വാമിയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശരിയുമാണ്. കാരണം അദ്ദേഹത്തെ പഠിപ്പിച്ച ഗുരുക്കൾ പോലും അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്ത കക്ഷിയാണ്. അതും 22 വയസ്സ് 23 വയസ്സായിട്ട് ആയപ്പോൾ അവിടെ ചെന്നയാളാണ്. അപ്പോൾ സ്വാമിയുടെ ചരിത്രം കേട്ട് നല്ല രസമാണ്. സ്വാമി ഇപ്പോൾ അവിടെ വന്നിരിക്കും, നമ്മുടെ ഓഫീസിൽ വന്നിരുന്ന് ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് വീരേന്ദ്ര സാറിനെ വിളിച്ചു. ഞാനിവിടെ ഉണ്ട്, എക്സ്പ്രസ് ഓഫീസിലുണ്ട്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീരേന്ദ്ര സാർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. തിരിച്ച് എവിടെ പോയാലും എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകും, ബാക്കി ആരും കൂടെ കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു. അപ്പം ഫ്രണ്ടിൽ പൈലറ്റ് വണ്ടി, കുറേ ബാക്കിൽ CRPFൻ്റെ വണ്ടി, ഇങ്ങനെ സ്വാമിയായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പം ഗേറ്റൊക്കെ തുറന്നിട്ട് സാറിനൊക്കെ മുഴക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാതാപിതാക്കളുള്ളവരെല്ലാം തന്നെ ബന്ധം വിട്ട് നിൽക്കുന്നു വെളിയിൽ. കാരണം വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാമി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫോൺ ബില്ലടിച്ചു. സ്വാമി എടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അകത്ത് നിന്നപ്പോൾ വീരേന്ദ്ര സാറ് ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ കഴിക്കാൻ പറഞ്ഞ് ഞാനും ഇരുന്നു. അപ്പോൾ വേറൊരു ഫോൺ ബില്ലടിച്ചു. അപ്പോൾ അത് സാറ്റലൈറ്റ് ഫോണാണ്. ഈ സാറ്റലൈറ്റ് ഫോൺ വിളിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇങ്ങനെയുള്ളവരാണ് അത് വിളിക്കുന്നത്. അന്ന് സാറ്റലൈറ്റ് ഫോൺ വലിയ ഇതാണ്, ഒരു കോളിന് വലിയ വിലയാണ്. പക്ഷേ അതാണ് സ്വാമി എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഉച്ചയ്ക്കാകുമ്പോൾ നാലപ്പാട്ടിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ണാൻ നേരത്തെ എന്നെയും വിളിച്ചുകൊണ്ട് പോകും. അവിടെ സ്വാമിക്ക് പറഞ്ഞും വേണ്ട, തൈരും പുളിശ്ശേരിയുമായിട്ട് കഴിക്കും. രാവിലെ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കും. വെറും ഒരു സാധാരണക്കാരുടെ സ്വാമിക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്വാമിക്ക് ഉള്ള ആഹാരമായി. പക്ഷേ സ്വാമി ഇത്രയും രഹസ്യം വേറെ ആർക്കും സൂക്ഷിക്കാൻ പറ്റില്ല. വല്ലാത്ത ഒരു ഇതാണ്. അടിയന്തര കാലത്ത് തന്നെ സ്വാമി പാർലമെൻറ്റിൽ പ്രസംഗിച്ചതല്ലേ, സ്വാമിയുടെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് സഭ ഇപ്പോൾ VM പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്വാമി പറഞ്ഞില്ല, ഒരാളിനും കൂടെ ഉണ്ടെന്ന് വെച്ചു. ആർക്കെന്ന് ചോദിച്ചു, ഡെമോക്രസിക്ക്. അപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുഖമൊക്കെ കറുത്തു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് സ്വാമി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. പ്രസംഗിച്ച സ്വാമി ബാത്റൂമിൽ പോയി. പിന്നെ കാണുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. സ്വാമി ഓഹയായിട്ട് അച്ഛനായിട്ട് വെളിയിൽ വന്നു. അവിടുന്ന് കാളവണ്ടിയിൽ പുല്ലും കൊണ്ട് നേപ്പാൾ ബോർഡർ കഴിഞ്ഞു. അവിടുന്ന് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ പ്രസ്ഥാനം വന്നപ്പോഴാണ് സ്വാമി അവിടെ ഉണ്ടെന്നുള്ള പറയുന്നത്. എന്തായിരുന്നു പക്ഷേ സ്വാമിയെ കുറ്റം പറയാനാവില്ല. 2.5 കോടി രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വാമി മുടക്കി. 2.5 കോടി രൂപ മുടക്കി സ്വാമിക്ക് ഈ സ്വാമിയെപ്പോലെ ഒരാളിനെ നമുക്ക് കിട്ടിയപ്പോൾ കേരളത്തിൽ മറ്റേ പഴയ പത്രക്കാരുണ്ടല്ലോ നമ്മുടെ മധുസാറ് ചെയ്ത പോലത്തെ ഒരു പണി ചെയ്യണമായിരുന്നു. മധുസാറ് പൈസയും കൊണ്ട് പോകും. 50,000 രൂപ 1 ലക്ഷം രൂപ കൊണ്ട് പോകും. ഒരു കറങ്ങും. അടുത്ത ആഴ്ച തിരിച്ചു വരുമ്പോൾ
അപ്പോൾ പൈസ എത്രയും പോയി. ഒരു കേരളത്തിൽ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ പോയി. അടുത്ത ആഴ്ചയും പോകും. ബോംബെയിൽ പോയിട്ട് ബോംബെയിലുള്ള പ്രധാന കമ്പനികളൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർക്ക് പാർട്ടിയൊക്കെ നടത്തി കൊടുത്ത് ഒരു കൽക്കട്ട വരുമ്പോൾ തിരിച്ചു. അപ്പം ഒരാഴ്ച തോറും ലക്ഷങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അതിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ഉള്ള കരാർ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. പക്ഷേ അതുപോലെ പല സ്ഥലങ്ങളിലും ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ട് അങ്ങനെ റെസ്റ്റ് ഹൗസും എന്ന് പറഞ്ഞിട്ട് കുറവുണ്ടാക്കി. അതുപോലെയാണ് സ്വാമിയെപ്പോലെ ഒരാളുടെ കൈ കിട്ടിയിട്ട് അത് മുതലാക്കാൻ കഴിയാത്തത് നമ്മുടെ ആൾക്കാരുടെ കുഴപ്പമാണ്, അല്ലാതെ സ്വാമിയുടെ കുഴപ്പമല്ല. അത് ആരും മനസ്സിലാവുന്നില്ല. സുബ്രഹ്മണ്യ സ്വാമി ഇത് വേണ്ടത് ഇതിന് 10 പൈസ സ്വാമിക്ക് വേണ്ട. കാരണം സ്വാമിയുടെ ഇഷ്ടംപോലെ പൈസയുണ്ട്. സ്വാമിക്ക് ആരുടെയും ആവശ്യമില്ല. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ് സ്വാമിയുടെ ഭാര്യ. ഞാൻ സ്വാമിയുടെ വീട്ടിൽ പോയിരുന്നു ഡൽഹിയിൽ. ഒരു ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഹരിഹരൻ വക്കീലും ഞാനും GP സാറും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് തുറക്കാനായിട്ട് വരാതിൽ വന്നത് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് ഭാര്യ എന്ന് പറഞ്ഞത്. മുടിയൊക്കെ അരച്ച് ഒരു നല്ല പ്രായമുള്ള സ്വാമിയുടെ മോള് ആ സമയത്ത് അവിടെ കാനഡയിൽ അവിടെ ജേർണലിസം പഠിച്ചു. അതിപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വലിയ സ്ഥാപനത്തിൻ്റെ ലേഖികയാണ്. ഒരു മോളും ഒരു വിദേശകാര്യ സെക്രട്ടറിയുടെ മോഹനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാമിക്ക് ബുദ്ധിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സ്വാമി അത് നോക്കും. പക്ഷേ സ്വാമിയെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സ്വാമിക്ക് വേണ്ടി ഒരു സ്വാമി ഒരു പ്രശ്നം പോകുമ്പോൾ സ്വാമിയുടെ കൂടെ ഒരാളും കൂടി പോയിട്ട് ഒരു വൻകിട കമ്പനികളുടെ ഒരു 50 പരസ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഡൽഹി ആയി കഴിഞ്ഞാൽ സംഗതി കഴിയും. ഈ സ്വാമിക്ക് പറയുമ്പോൾ തന്നെ ഒരു 4-5 എഡിഷൻ തുടങ്ങും, വലിയ പത്രമാവും. പക്ഷേ ആർക്കും തൃശ്ശൂർ വിട്ടു പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് പത്രം പൂട്ടിയാലും വേണ്ടില്ല, തൃശ്ശൂർ വിട്ട് പോകരുതെന്നുള്ള ഒറ്റ ലക്ഷ്യം അവിടെ ഉള്ളൂ. അതിൽ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പത്രം നന്നായി നടത്തണമെന്ന് ആഗ്രഹമുള്ളൂ. തൃശ്ശൂർകാർക്ക് ആർക്കും തൃശ്ശൂർ വിട്ടു പോകരുത്. അല്ല, പത്രത്തോടുള്ള സ്നേഹക്കുറവ് കൊണ്ടതല്ല. അത് മാത്രമല്ല, അതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ പത്രം പൂട്ടുന്നതിന് മുമ്പായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ EMS നമ്പൂതിരിപ്പാടാണെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു എക്സ്പ്രസ്സിൽ. ആ വാർത്ത വന്നതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ നമ്മുടെ മംഗലത്തോളം കൃഷ്ണൻ ഉണ്ട്, നമ്മുടെ പഴയ സുഹൃത്ത്, മരിച്ചുപോയ ആളാണ്. പുള്ളി ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവച്ചിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ മോള് കൽക്കട്ടയിലുള്ള ഇന്നയാളായിട്ടാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ബന്ധം വഴിയിട്ട് കൽക്കട്ടയും മറ്റു ബന്ധമുണ്ട്, മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഇത് അഴിമതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. വാർത്ത വന്നപ്പോൾ നമ്പൂതിരിപ്പാട് വേറൊന്നും പറഞ്ഞില്ല. അന്നേ ദിവസം വാർത്ത വന്ന ദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ഞാനെന്ന് പറഞ്ഞിട്ട് ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ എന്ത് അഴിമതി നടത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ. 1500 കോപ്പി പറഞ്ഞു പിറ്റേന്ന്. ആ വാർത്ത ഇവിടുന്ന് ടെലിഫോണിൽ അന്ന് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൽ കൊടുക്കാൻ വേണ്ടി പരിപാടി ഇട്ടുന്നു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് അടിക്കാൻ നോക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിക്കണം, അല്ലെങ്കിൽ സ്വാമി അന്വേഷിച്ചിട്ട് തരാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ അന്ന് അത് പാടില്ല. അന്ന് നമ്മുടെ വേറൊരു സുഹൃത്തായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ഒന്നേ ശേഷം നിയമിച്ച കക്ഷി. എനിക്ക് പറഞ്ഞില്ല, അവരുടെ പേരുകൾ പറഞ്ഞതിന് കുഴപ്പമുണ്ടാക്കണ്ട. പുള്ളി അവിടെ ഇരുന്ന് ഇവിടുന്ന് എഴുതി അയച്ചു കൊടുത്ത വാർത്ത കണ്ടു, അവർ എഡിറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കൊടുത്തു. ഉത്തരമായി. ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അദ്ദേഹം സമ്മതിച്ചോ എന്നുള്ള പറഞ്ഞില്ല. കാരണം സ്വാമിയുടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെന്നും പറയുന്നില്ല, ആണെന്നും പറയുന്നില്ല. പക്ഷേ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമല്ല വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ തിരുവനന്തപുരം ബ്യൂറോയിൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വാർത്ത കൊടുത്ത് 1500 കോപ്പി പറഞ്ഞു. പത്രത്തിൻ്റെ ഇതായി. പിന്നെ ഒരു 1-2 മാസം കൂടി പോയി. സ്വാമി പറഞ്ഞ് എനിക്ക് ഇനി പറ്റില്ല, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരച്ച് ഞാൻ തരാം. അങ്ങനെ 2-3 മാസം അങ്ങനെ 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തു. ഇല്ലാതായി. അവസാനം പത്രവും പൂട്ടി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും കേരളത്തിലെ പഴയ മഹാദേവ സ്വാമി ഉണ്ടല്ലോ, സ്വാമി എന്നെ വിളിച്ച് പറഞ്ഞതിനെ ഒരു ദുരന്തം ഉണ്ടായി, പെരുമണ്ണിൽ എന്തോ ഒരു ട്രെയിൻ അപകടം ഉണ്ടായി, അന്ന്
അവിടെ നമുക്ക് ഒന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഇന്ന് അവിടുത്തെ ഇവിടെ ഞാൻ വിജയനെ അങ്ങോട്ട് വിടാം, വണ്ടി പിടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഊണ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് 1:30 2 മണി ആയില്ല, 2 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആയിട്ടുള്ള വിജയനെ ഞാനും കൂടി ഒരു ഫോട്ടോഗ്രാഫിയും കൂടി വിളിച്ചു അങ്ങോട്ട് പോയി. കൊല്ലം പ്രസ് ക്ലബ്ബിലെത്തിയപ്പം പ്രസ് ക്ലബ്ബ് അടഞ്ഞു കിടക്കുന്നു. ചാറ്റൽ മഴ, ആകെപ്പാടെ മേഘം കൊണ്ട് മൂടി, ഒന്നും സ്ഥലം പോലും കാണാത്ത രീതിയിൽ. അപ്പോൾ എവിടെ അപകടം എന്താണെന്നുള്ളതൊന്നും ഒരു പിടിയില്ല. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ എന്തായാലും ആശുപത്രിയിലൊന്ന് പോയി അന്വേഷിക്കാം, എന്തായാലും അപകടപ്പെട്ട ഒരു ആശുപത്രിയിൽ വരുമല്ലോ. ആശുപത്രി പോയപ്പം കുറേ പേര് പിന്നെ അവിടെ ഡെഡ് ബോഡി കൊണ്ട് കിടത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനിവിടുത്തെ നോക്കിക്കൊള്ളാം, വിജയൻ ഈ വണ്ടിയിൽ തൃശ്ശൂർ പോയാൽ മതി, ഈ ഫോട്ടോ എടുക്കുന്ന പടം എടുക്കണമല്ലോ. അപ്പം ഇവിടുന്ന് എടുത്തിട്ട് ട്രെയിനിന് അപകടം ഉണ്ടാകുന്ന സ്ഥലത്തും പോയിട്ട് അവിടുന്ന് ടാക്സിയിൽ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ നിന്ന് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ, IB ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, പിന്നെ ടെലിഫോൺസിൽ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ട് അന്ന് ഈ മൊബൈൽ ഫോണും ഒന്നുമില്ല. ബന്ധപ്പെട്ടിട്ട് ഓരോ അരമണിക്കൂറിലൊരിക്കൽ ഈ വിവരം തൃശ്ശൂർ വിളിച്ച് പറയും. തൃശ്ശൂർ ഫോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് വിളിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഈ അവിടുത്തെ ഒരു എഞ്ചിനീയറെ പെട്ടെന്ന് പരിചയപ്പെട്ടു. പത്രത്തിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ താല്പര്യം എടുത്തിട്ട് ഇവിടെ കിട്ടാൻ ഏത് ലൈൻ കിട്ടിയാലും അങ്ങോട്ട് തരാമെന്ന് പറയും. തൃശ്ശൂർ കിട്ടുകയാണെങ്കിൽ അങ്ങ് തരട്ടോ, അതുപോലെ തൃശ്ശൂർ. അപ്പം പറയും ഇന്ന വാർത്ത ഇന്ന ഉള്ളത് തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് അങ്ങോട്ട് തരാമെന്ന് പറയും. അങ്ങനെ ആ വാർത്തകളെല്ലാം കൊടുത്തു. അപ്പം ഉദ്ദേശം 2 ബോഗി വെള്ളത്തിനടിയിലാണെന്ന് ആണ് അന്ന് അവിടെ കേട്ടിരുന്നത്. പക്ഷേ മനോരമയ്ക്ക് 4 ലേഖകന്മാരും ആ ഫോട്ടോഗ്രാഫറും ഒക്കെ അവിടെ ഉള്ളപ്പോഴാണ് ഇവിടുന്ന് രംഗനും വേറൊരു ഫോട്ടോഗ്രാഫറായിട്ട് അങ്ങോട്ട് പോയത്. പക്ഷേ അവർ ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെത്തിക്കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വിജയനും മറ്റേ അങ്ങ് പോയി കഴിഞ്ഞു. ഞാനവിടെ നോക്കിയിട്ട് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പോകാൻ എനിക്ക് പറ്റില്ല, കാരണം പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വാർത്ത ഇവിടെ എത്തില്ല. ടെലിഫോൺ ഓഫീസിൽ കയറി കിട്ടുന്ന ഇത് വെച്ചിട്ട് ഇവരും വിളിച്ചു പറയുമ്പോൾ അവസാനം വെള്ളം പോലും കുടിക്കില്ല, കാരണം അതിനുള്ള സമയമില്ല. കാരണം അത്ര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ സ്ഥിതി. പിന്നെ ഒരു അവസാനം നോക്കിയപ്പോഴത്തേക്കും എനിക്കുള്ള കണക്കുകൾ നോക്കിയപ്പോഴത്തേക്കും ഇത്രയും പേര് വരികയില്ലല്ലോ. മനോരമയിൽ 400ഓളം പേര് മരിച്ചു എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 102 103 പേരാണ് മരിച്ചത്. ഞാൻ കൊടുത്ത റിപ്പോർട്ട് ആ രീതിയിലുള്ളൊരു റിപ്പോർട്ടായിരുന്നു. 102 ആണ്, എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല, 102ആണോ 103ആണോ പേര് മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ബോഗിയിൽ ഇത്ര പേര് കയറുന്നൊരു കണക്കൂട്ടി ആണ് ഇത് വെച്ചിരുന്നത്. ആ സമയം കൂടി നോക്കിയില്ല. ഇത് മറ്റേ ചുഴലിക്കൊടുങ്കാറ്റെന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ചുഴലിക്കൊടുങ്കാറ്റെന്ന് വെച്ചാൽ ഒരു പുല്ല് പോലും അവിടെ ഉണ്ടായില്ല, ഒരു തെങ്ങ് മറിഞ്ഞിട്ടില്ല, ചുഴലി അടിച്ചിട്ട് വേറെ ഒരു ഇതുമില്ല. യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്ന് വെച്ചാൽ അത് കുറേ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ റിപ്പോർട്ട് ഉണ്ടാക്കിയതാണെന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. കാരണം ഈ ലൈനൊക്കെ ഇളക്കിയിട്ടിട്ട് അവർ കാപ്പി പിടിക്കാനകത്ത് പോയ സമയത്ത് ട്രെയിൻ വന്നു, അങ്ങനെ പറ്റിയതെന്നാണ് അറിയുന്നത്. സത്യം എന്താണ് അറിഞ്ഞൂടാ. അപ്പോൾ തിരിച്ച് രാത്രി 12 മണി കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വന്നു. രംഗനും ഞാനും കൂടി റെയിൽവേ ഒരു ഹോട്ടലുണ്ട് അവിടെ, ആ ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചിട്ട് അവിടുന്ന് ആ രംഗൻ്റെ ആ കാറിൽ കൂടി കയറി രംഗനെ കൊണ്ടുവന്ന് മനോരമ ഓഫീസിലോ വിട്ട് അവിടുന്ന് വീട്ടിൽ ഇപ്പോൾ 2-2:15 മണിയായി. അപ്പം എല്ലാ പത്രങ്ങളിലും അന്ന് 400 എന്ന് പറഞ്ഞു. പക്ഷേ ഏകാംഗ നാടകം നടത്തിയ എൻ്റെ പത്രത്തിൽ മാത്രം ആ റിപ്പോർട്ട് ഇത്ര പേരെ ഉണ്ടോ എന്ന് പറഞ്ഞ് വന്നു. പക്ഷേ അവിടുത്തെ ഒരു എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇവരൊക്കെ പറഞ്ഞതൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു. ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത്ര ബോഡി ഉണ്ട്, മറ്റവർ പറയുന്നത് ഇത്ര ബോഡി ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നു ഇതുണ്ട്. അപ്പം ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽപ്പെട്ട കുറേ പേരെ എനിക്ക് അവിടെ പിന്നെ നേരത്തെ പരിചയമുള്ളവരുണ്ട്, ഒരു സത്യസന്ധമായിട്ട് വാർത്ത തരും. മറ്റേ IB ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നേരിട്ട് പോയിട്ട് വന്നിട്ടിപ്പം എല്ലാം കൂടി കാണാനും ഒക്കില്ല. ഈ
പരിപാടിയിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഈ വാർത്ത ഒന്നും കൊടുക്കാനും പറ്റില്ല. പിറ്റേന്നായിരുന്നു ഇവിടെ EK ജോസ് ഞാൻ നാളെ ഞാൻ പൊക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ EK ജോസ് എക്സ്പ്രസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയതിന് ശേഷം പിന്നെ സ്വാമിയോട് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും വന്നതാണ്. അപ്പം പിന്നെ ബ്യൂറോ ചീഫ് ഞാനാണെങ്കിലും ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ബ്യൂറോ ചീഫ് എന്നുള്ള നിലയ്ക്ക്, പഴയ ബ്യൂറോ ചീഫ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് തന്നെ എതിരൊന്നും പറയാൻ പോയില്ല. പിറ്റേന്ന് രാവിലെ അദ്ദേഹം പോയി. ഞാൻ ഇവിടെ ഇരുന്നു. S. കൃഷ്ണകുമാർ വന്നു ഇവിടെ ഒരു പത്രസമ്മേളനത്തിൽ നടത്തി. അത് റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം പോയി. രാവിലെ 7 മണിക്ക് 8 മണിക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് ആയിട്ടും വാർത്ത കിട്ടുന്നില്ല തൃശ്ശൂരിൽ. പിന്നെ അത് ഒരു പാരഗ്രാഫ് അടിച്ചു, പിന്നെ ബാക്കി വാർത്തയില്ല. വാർത്തയില വന്നപ്പോഴത്തേക്കും അവർ ബഹളമായി, വാർത്ത വേണം, എങ്ങനെ ഇവിടെ വന്ന് വാർത്തയൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തു. പിന്നെ അത് അങ്ങനെ നല്ല പത്രപ്രവർത്തനമാണെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളീ പറഞ്ഞാൽ നല്ല അനുഭവം എന്ന് വെച്ചാൽ നല്ല പത്രപ്രവർത്തനമാണ്. സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. അങ്ങേർക്ക് എത്ര പൈസ വേണമെങ്കിലും നമുക്ക് വേണ്ടി മുടക്കും. നമ്മൾ അതിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഏതാണ്ട് 75 എക്സ്പ്രസ്സിൽ വന്ന സമയം മുതൽ റിപ്പോർട്ടിങ് അന്ന് ചെറുപ്പത്താറ് എക്സ്പ്രസ് പെർമനൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അസംബ്ലി റിപ്പോർട്ടിങ് ചെയ്യുന്നു. സയൻസ് സ്റ്റാറിന് എക്സ്പ്രസും കൂടി ചെയ്തിരുന്നു. അപ്പോൾ 75 മുതൽ അസംബ്ലി റിപ്പോർട്ടിങ് തുടങ്ങി. അപ്പോൾ അസംബ്ലി റിപ്പോർട്ടിങ് ചെയ്ത പത്രക്കാരിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാളെന്ന് പറയാം. കാരണം സർവീസിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ആ സമയം മാത്രമല്ല, അല്ലാതെപ്പോഴും ഈ 24 മണിക്കൂറും ഒരു ദിവസം ഈ അഴിമതി നിരോധന ബില്ല് പാസ്സാകുന്ന സമയത്ത് 5 മണി വെളുപ്പിന് 5-6 മണിക്ക് വരെ സഭയിലുണ്ടായിരുന്നു. ഇവിടെ ജോയി ശാസ്ത്രം പഠിക്കൽ ഞാനും ഒക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് വെളിയിറങ്ങി കാപ്പി കുടിച്ചത്. പുളിമൂട്ടിൽ ഹോട്ടലിൽ വന്നിട്ടാണ് കാപ്പി കുടിച്ചത്. എന്നിട്ട് വീണ്ടും വീട്ടിൽ വന്നിട്ട് രാവിലെ ഓഫീസിൽ പോയി ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ അസംബ്ലി റിപ്പോർട്ടിങ് ആദ്യകാലത്ത് അസംബ്ലി റിപ്പോർട്ടിങ് നേരത്തെ ആയിരുന്നു, 1:30 മണി വരെ ആയിരുന്നു. അത് ഈ മനോരമ പത്രം അയക്കാൻ വേണ്ടി ട്രെയിനിൻ്റെ സമയം കണക്കാക്കിയായിരുന്നു അതിൻ്റെ ഇത് വെക്കുന്നത്. പിന്നെ അതിൽ മാറ്റം വരുത്തി ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞു. പക്ഷേ അസംബ്ലിക്ക് ശരിക്കും ഒരു അസംബ്ലിയിലൊരു നാഥനുണ്ടെന്ന് തെളിയിച്ചത് ശ്രീ വക്കം പുരുഷോത്തമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ വ്യത്യാസം, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും, പക്ഷേ ഈ അസംബ്ലിയെ നിരക്കാൻ അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാൾ വേറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഭവം, പത്രക്കാർക്കുള്ള അക്രഡിറ്റേഷൻ നിഷേധിച്ച സംഭവമുണ്ട്. ബാബു ദേശാഭിമാനിയിലെ ലേഖകനായിരുന്ന RS ബാബുവിൻ്റെ അക്രഡിറ്റേഷൻ അസംബ്ലി പാസ് നിഷേധിച്ചു. അസംബ്ലി പാസ് നിഷേധിക്കാനായിട്ട് നിയമസഭയിലെ പ്രവർത്തനങ്ങൾക്ക് സംബന്ധിച്ച ആഡിറ്റ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് കുറ്റം. അത് സ്പീക്കറുടെ അനുമതി ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, അതുകൊണ്ട് RS ബാബുവിനെ നിഷേധിച്ചു പറയുന്ന അന്നത്തെ ആക്ഷേപം. പക്ഷേ പത്രക്കാരെല്ലാം ബഹിഷ്കരിച്ച സമയത്ത് അന്ന് എൻ്റെ ബ്യൂറോ ചീഫ് EK ജോസായിരുന്നു. ജോസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളായതുകൊണ്ടും ജോസ് ഇത് മുൻകൂട്ടി മനസ്സിലാക്കി നാളെ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് പത്രാധിപരോട് പറഞ്ഞിരിക്കുന്ന നാളെ അവധി വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവധിയെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളൂ അന്ന്. ഞാൻ നോക്കിയപ്പോൾ അവധി എടുത്തു. അപ്പോൾ ഞാൻ പോയേ ഒക്കുള്ളൂ. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, ഞാൻ പത്രപ്രവർത്തക യൂണിയൻ്റെ ജില്ലാ ട്രഷററാണ്. ജില്ലാ ട്രഷറർ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്. അപ്പോൾ ഞാനങ്ങനെ പോവും, GK ജോസ് ഇങ്ങനെ അവധിയിലാണ് എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, വാർത്ത വേണം എന്നുള്ളതാണ് സ്വാമിയുടെ മറുപടി. അപ്പോൾ ജോസ് രക്ഷപ്പെട്ടു, എല്ലാം കൂടി എൻ്റെ തലയിലുമായി.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ ജോലി രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ നിയമസഭ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, കുറച്ച് നേരം ആലോചിച്ചിട്ട് ഞാൻ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് എഴുതി, വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നെ ട്രഷറർ സ്ഥാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് കൊണ്ടുപോയി കേസരിയിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നിരുന്നു. പിറ്റേന്ന് അസംബ്ലി വന്നപ്പോൾ ഞാൻ അസംബ്ലി കയറി. അസംബ്ലി കയറിയിൽ ആരുമില്ല. മാധവൻ സാറും ഞാനും വേറെ ഒന്നോ രണ്ടോ പേര് കൂടെ ഉള്ളൂ. ബാക്കി മുഴുവൻ പേരും ഇല്ല. അവിടെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്തു. അത് ഗവർണറുടെ പ്രസംഗമാണ്. നോക്കിയപ്പോൾ പിറ്റേന്ന് ലീഡറുടെ കാലം. ലീഡർക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം ഗവർണറുടെ പ്രസംഗം ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ല പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള നയപരമായ കാര്യങ്ങൾ പറയാൻ ഇരിക്കുമ്പോൾ ആ പ്രസംഗം പത്രക്കാർ ബഹിഷ്കരിച്ചു. എന്നാൽ ഗവർണർ മറ്റേ മുഖ്യമന്ത്രി പത്രാധിപന്മാരെ മീറ്റിംഗ് വിളിച്ചു. അടുത്ത ദിവസം തന്നെ പത്രാധിപരെ മീറ്റിംഗ് വിളിച്ചു. നിങ്ങൾ പത്രങ്ങൾ കാണിച്ച് ശരിയായ നടപടിയല്ല, എന്താണ് വിചാരിക്കുന്നത്, ഗവർണറുടെ നയപ്രകാരം വഹിക്കുന്നത് കുട്ടികളിയാണോ ഒറ്റയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിരട്ടി. അന്ന് ഭരണാരം വിരട്ടിയാൽ വേറെ മാർഗമില്ല. അവസാനം എല്ലാവർക്കും ഓരോ കവർ കൊടുത്തു. തലേദിവസത്തെ ഗവർണറുടെ പ്രസംഗം എല്ലാം നാളെ പ്രസിദ്ധീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പരസ്യത്തിൻ്റെ ചാർജ് ഈടാക്കാൻ പറഞ്ഞു. കൊടുത്തു തുടങ്ങി. എല്ലാവരും സമ്മതിച്ചു. പിറ്റേന്ന് പുള്ളി തെറ്റാതെ ആ ഗവർണറുടെ പ്രസംഗം മുഴുവൻ എല്ലാ പത്രങ്ങളിലും വന്നു. നമ്മൾ തന്നെ ആ പ്രസംഗം കൊടുത്തു, റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാത്തവർക്ക് അത് വന്നു. അപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു ചെയ്തു. കാരണം സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരും പങ്കെടുക്കാത്ത ആൾക്കാരും എല്ലാവർക്കും പത്രത്തിൽ വന്നതോടുകൂടി സന്തോഷമായി, പരസ്യം കിട്ടി. എനിക്ക് വ്യക്തിപരമായ കാരണത്താൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല. എതിർക്കേണ്ട ആൾക്കാരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. എനിക്ക് ഒന്നുകിലും എനിക്ക് അവിടെ ഇന്ന് ജോലി ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ യൂണിയൻ ട്രഷറർ സ്ഥാനം പോകുന്നതിനേക്കാൾ വലുതാണ് എൻ്റെ ജീവിത പ്രശ്നം. അതുകൊണ്ട് ട്രഷറർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പ്രതാപനായിരുന്നു പ്രസിഡൻ്റായിരുന്നത്. അങ്ങനെയാണ് ആ കാലത്താണ് ജി നീലാംബരൻ, അദ്ദേഹത്തിന് ഞാൻ കൂടി ഒപ്പിട്ട് കൊടുത്താണ് ചെക്ക് കൊടുത്തത്. 500 രൂപ വെച്ച് മാസം 500 രൂപ വെച്ചുള്ള അലവൻസ്. അങ്ങനെ ഒരുപാട് കാലത്തോട്ട് 10-15,000 രൂപ ഒറ്റ കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് പ്രധാനം ഞാൻ കൂടി ഒപ്പിട്ടാണ് കൊടുത്തത്. കേസരി ഉണ്ടായത് തന്നെ ജി നീലാംബരൻ്റെ കഴിവുകൊണ്ടാണ്. അത് ഇല്ലയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അങ്ങനെപ്പറ്റി എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും അങ്ങയുടെ കഴിവുകൊണ്ടാണ് അതുണ്ടായത്. തിളങ്ങി നിന്നത് അന്തരിച്ച ശ്രീ TM ജേക്കബായിരുന്നു. എന്തിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. എന്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഒരു മറുപടി കൊടുക്കും. അപ്പം അത് നിയമം വ്യാഖ്യാനിക്കുകയും അത് നടപ്പായാൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിൽ അപാര കഴിവ് ശ്രീ ജേക്കബിനുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ സംശയങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പോയി കണ്ടാണ് ചോദിക്കാറുള്ളത്. പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സഭയിൽ വന്നു കഴിഞ്ഞാൽ സഭ പിരിയുന്നവരെ സഭയിലുണ്ടാവും. അനാവശ്യമായിട്ട് ഇറങ്ങി നടന്ന് പോയ ചെയ്യില്ല. സ്വന്തം സീറ്റിലിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കേസ് ആശ എന്ന് പറഞ്ഞ കേസ് KV അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചാണ് മറ്റേ രാജു, ഈയിടയ്ക്ക് മരിച്ച രാജു എന്ന് പറഞ്ഞ മറ്റേ എറണാകുളത്തുള്ള അത് തന്നെ അദ്ദേഹം അവിടെ ആദ്യം ഈ രാജു നിയമസഭയിൽ പ്രസംഗിച്ചപ്പം വെക്കി പ്രസംഗിച്ചിട്ടുണ്ടെന്ന് 1-2 വാക്കുകൾ പറയുമ്പോൾ പ്രസംഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് വരെ നമുക്ക് അവിടെ ഇരുന്നപ്പോൾ തോന്നിപ്പോയി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പം ആ ആളുടെ മാറ്റം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റമാണ്. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തെടുത്ത്
നല്ലൊരു പ്രാസംഗികനാക്കി മാറ്റാൻ കഴിഞ്ഞത് ആശാൻ്റെ കഴിവുകൊണ്ടാണ്. അതിൽ ബേബി ജേട്ട് സാറ്, പിന്നെ മാണി സാറ്, പിന്നെ എം എൻ ഗോവിന്ദൻ സാറ്, ടി വി സഹാവ് അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എം എൻ ടി വി ഗൗരിയമ്മ, പിന്നെ അതിനുശേഷം പിന്നെ ടി കെ ദിവാകരൻ. അദ്ദേഹം നല്ല സി എച്ചിൻ്റെ നല്ല പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം നല്ല ഭംഗിയായിട്ടുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ സി എച്ചിൻ്റെ പ്രസംഗമാണ്. നല്ല ഫലിതവും ഒക്കെ ചേർത്ത് ഉള്ള പ്രസംഗം. സി എച്ചും അതുപോലെ തന്നെ സി എച്ചിൻ്റെ അഖിലേന്ത്യാ ലീഗിൽ പോയ അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുണ്ടല്ലോ, സി എച്ചും പി എം അബൂബക്കറുമായിരുന്നല്ലോ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർ രണ്ടും കൂടി പിന്നെ അവസാനം തെറ്റിയപ്പോൾ പി എം അബൂബക്കറിന് നല്ല ഒരു ഭാഷ സാഹിത്യം ഇതൊക്കെ വേണം. പിന്നെ അബ്ദുൽ സമദ് സമദാനി, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ടി കെ ദിവാകർ സാർ, അത് ദിവാകർ സാറിൻ്റെ കൂടെ പത്രസമ്മേളനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബാബു ദിവാകരൻ, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളച്ചേട്ടൻ്റെ ഗണേശൻ മകൻ, അവരുടെ പത്രസമ്മേളനങ്ങളും പ്രസംഗങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൻ്റെ മന്ത്രിയായ സമയത്തുള്ള പ്രസംഗങ്ങൾ, ശ്രീ മുരളി തൃശ്ശൂർ മുരളിയുടെ പ്രസംഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. മുരളി രാഷ്ട്രീയത്തിൽ വരുന്നതിൻ്റെ ആദ്യ കന്നി പ്രസംഗം തൃശ്ശൂർ വെച്ച് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. ശരിക്കും ഓർമ്മ വരുന്നില്ല. തൃശ്ശൂരിൽ ഞാനന്ന് ബ്യൂറോ ചീഫായിരുന്നു തൃശ്ശൂർ. എന്നെ അങ്ങോട്ട് മാറ്റിയ സമയത്ത് അവിടെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, ആദ്യത്തെ പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു ലേഖനം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ആരാണെന്ന് പേര് ഓർമ്മയില്ല. അവിടെ നിന്നപ്പം ഞാൻ കൊടുത്തെടുത്ത് കഴിഞ്ഞപ്പം പുള്ളി എന്നെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ വെച്ച് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാനിവിടെ തൃശ്ശൂരുണ്ട്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ പ്രസംഗം നിയമസഭയ്ക്കകത്ത് ഈ ഓഫീസർമാരുടെ ഗാലറിയിൽ വന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു ആദ്യം ഞാൻ കണ്ട കെ മുരളീധരൻ. ആ കാലം മുതൽ ഉള്ള ആ കുട്ടി അന്ന് എനിക്ക് ലീഡറുടെ മോനെന്നുള്ള അല്ലാതെ അതിനപ്പുറത്ത് പരിചയമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വരികയും സേവാദളിൽ വരികയൊക്കെ ചെയ്ത സമയത്ത് അതൊന്നും വലിയ അടുപ്പമില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സജീവമായ സമയത്ത് ഉള്ള കന്യപ്രസംഗം ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഉള്ളത് ഔക്കാദ് കുട്ടി സാഹിബ്, എൻ്റെ മറ്റേ അബ്ദുറബ്ബ്, ആ രണ്ടുപേരുടെയും പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ മുനീർ, സി എച്ച് മുഹമ്മദയുടെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ എം കെ മുനീർ, അവരെ രണ്ടുപേരുടെയും പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബ്. പത്രക്കാരുടെ കൂട്ടത്തിൽ അതുണ്ട്. പത്രപ്രവർത്തനം തുടങ്ങിയപ്പോൾ എൻ്റെ പിഷാരടി സാറ്, CRN പിഷാരടി ദീനയോ, അദ്ദേഹത്തിൻ്റെ മോൻ ദേവൻ ആയിട്ട് പിന്നീട് ഒരുമിച്ച് ഓർക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അന്നേരം 50 അടി അകലെ നിൽക്കാൻ പാടുള്ളൂ. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ കൊള്ളരുത് എന്നുള്ളതാണ്. ആ സമയത്ത് ഒരു ദിവസം രാജ്ഭവനിൽ പത്രസമ്മേളനം രാവിലെ 7 മണിക്കാണെന്ന് പറഞ്ഞു. ഞാൻ ബാലനാട് നിന്ന് രാവിലെ വെളുപ്പിന് ഇറങ്ങി ഇവിടെ വന്ന് രാജ്ഭവനിൽ എത്തി 7 മണിക്കുള്ള പത്രസമ്മേളനം ചെയ്തു. അന്ന് അനന്തരാവസ്വാമിയുടെ 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയോട്. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. വീണ്ടും അവർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സ്വാമിയെ അകത്താക്കുമായിരുന്നു, ഒരു തർക്കവുമില്ല. അത്ര രീതിയിലുള്ള ഷാർപ്പ് ചോദ്യങ്ങൾ അനന്തരാവസ്വാമി. പിന്നെ ഇന്ദിരാഗാന്ധി വളരെ അടുത്ത് ഈ 50 അടിക്ക് ദൂരെ നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന പ്രോട്ടോക്കോളൊക്കെ മാറിയിട്ട് തൊട്ടടുത്ത് വരെ എന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയായിട്ട്.
അത് ഇന്ദിരാഗാന്ധിയുടെ ഈ അകലമൊക്കെ പാലിക്കണം എന്നുള്ളത് ഇത് വെച്ചിട്ട് ഇന്ദിരാഗാന്ധി ഇവിടെ ഇടുക്കി പവർ പ്രോജക്റ്റ് ഉദ്ഘാടനത്തിന് വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഒരു സംഘം പത്രക്കാരെ കൊണ്ടുവരുന്നത് അവിടെ കാണിക്കാനായിട്ട്. അന്ന് പത്രക്കാരായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ബഹുമാനരായ ഒരുപാട് പത്രക്കാരുണ്ട്. അന്ന് മൂർത്തി സാറുണ്ടായിരുന്നു, സമ്പത്ത് സ്വാമിയല്ല മൂർത്തി സാറ്, ഈ ആ യാത്രയിൽ വന്ന ആൾക്കാർ സവാശ സാറ്, പിന്നെ ചുമ്മാർ സാറ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ആശുപത്രി ഒഴിപ്പിച്ചാണ് ഞങ്ങളൊക്കെ കിടത്തിയത്. പക്ഷേ അത് അവർ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, എനിക്ക് ആശുപത്രി ആയാലും എവിടെയായാലും കിടക്കാമായിരുന്നു. പക്ഷേ ഈ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെയൊക്കെ അവമാനിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ അവരുടെ സർക്കാരൊന്നും സ്വീകരിക്കാതെ സഭാഷ സാറും ചുമ്മാർ സാറും കൂടി ഞങ്ങൾക്ക് പിന്നീടുള്ള ചിലവുകളൊക്കെ അവർ രണ്ടുപേരും വഹിച്ചു തിരിച്ചു എത്തിച്ച് ഒന്ന് മന്ത്രി ശ്രീ എമ്മങ്കവൻ നായരോട് വിവരം പറഞ്ഞു. അദ്ദേഹം ചീഫ് സെക്രട്ടറി വൈദ്യുതി ബോർഡ് ചെയർമാനെ വിളിച്ച് ശാസിച്ചു, നിങ്ങളിങ്ങനെ സ്ഥലം ഇല്ലാതെ പിന്നെ എന്തിനാണ് പത്രക്കാരെ വിളിച്ച് ഇതൊക്കെ ചെയ്തത്, ഇതൊന്നും ശരിയായ കാര്യമില്ല. ഭയങ്കര ക്ഷുഭിതനായി. പിന്നെ അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലക്ഷദ്വീപിൽ വിമാനത്താവളത്തിൻ്റെ പരിപാടിക്ക് തലേ ദിവസം ഇവിടുന്ന് ഒരു സംഘം പത്രക്കാരെ കൊണ്ടുപോയി. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ലക്ഷദ്വീപ് ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ച് ദൂരത്തിൽ മാത്രമേ ആ ഒരു ദ്വീപ് റൺവേ ഉള്ളൂ. അവിടെ വിമാനം ഇറങ്ങി ആകെ 2 കാറ് ഉണ്ടായിരുന്നു, ഒരു വാനും ഒരു കാറും. ബാക്കി മുഴുവൻ ആളിലൊക്കെ നടന്നാണ് പോകുന്നത്. തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വെള്ളവും കുടിച്ച് വിമാനം കയറി തിരിച്ചു വന്ന് തിരുവനന്തപുരത്തോട് ഇവിടെ വന്നതിന് ശേഷമാണ് ആഹാരം കഴിച്ചത്. ഹോട്ടലിൽ ആഹാരമൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു, വന്ന് കഴിച്ചു. അപ്പോൾ രാവിലെ പോയി വൈകിട്ട് വന്നു വാർത്തയും കൊടുത്തു. അതെല്ലാം അപ്പം തന്നെ നടന്നു. അകത്തി അതൊക്കെ പേടിയാവും. അവിടുത്തെ വെള്ളം നീല നിറമാണ്, ഭയങ്കര വല്ലാത്തത്. അവിടുത്തെ ബോട്ടിൽ നിന്നൊക്കെ അവിടുത്തുകാർക്ക് സ്ഥിരം ചെയ്തായിരിക്കും. ബോട്ട് കെട്ടിയിലൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ ഒരു കാലം എവിടെയും മറ്റേ കാലം ഇപ്പുറത്തുമായി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യമുള്ളത്, ഒരു കാര്യം വെച്ചാൽ ഈ വയലാർ രവി നല്ല സംഘാടകനാണ്. അടിയന്തരമല്ല, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കെ കരുണാകരനും എ കെ ആൻ്റണിയും ഒക്കെ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എത്തിയ ആളാണ്. പക്ഷേ ഒരു പെട്ടെന്ന് ദേഷ്യം വരും അദ്ദേഹത്തിന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു അല്പസമയം കഴിയുമ്പോൾ മാറും. ആരെങ്കിലും പറയണം അത് ശരിയല്ല എന്നതാണ്, നമ്മുടെ ആളാണ്, എങ്ങനെ ദേഷ്യപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാ നമ്മൾ വിളിക്കും. പക്ഷേ ദേഷ്യം പെട്ടെന്ന് വരും. അപ്പോൾ ഒരു ദിവസം ഞാനും വയലാജിയുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജിൽ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും അന്ന് ജി കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. കാർത്തികേയൻ എന്തോ കാര്യത്തിന് അവിടെ വന്നു തട്ടാതെ അങ്ങ് കയറി വന്നു. അപ്പം ഞങ്ങൾ രണ്ടും ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തട്ടാതെ വന്നപ്പോഴത്തേക്കും എന്തോ വാതിൽ തട്ടാത്തത്, ആൾ വരണം അറിയണ്ടേ. അപ്പോൾ കാർത്തികേയൻ്റെ മുഖം ഇതായി, തട്ടിയിട്ടുണ്ട് വരാനായിട്ട്. ഒരു കാര്യമില്ല, രാവിലെ 10 മണിക്കോ 11 മണിക്കാണ്. ഇജിക്കയുടെ കൂടെ വേറെ ആരോ 1-2 പേരുണ്ട്. ഈ കേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി ഇറങ്ങി പോയി. ഞാൻ പറഞ്ഞു, അയാൾ ചെയ്തത് ശരിയല്ലല്ലോ, അത് എന്തോ കാര്യങ്ങൾ പറയാനില്ല വന്നത്. അങ്ങനെയാണ് തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ ജനലിൽ കൂടി കൈയിട്ട് ഞാൻ വിളിച്ചു വന്നു. എന്താണ് അത്, എന്തോ ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞേക്കാം. സംഗതി തീർന്നു.
അപ്പം നിസ്സാര കാര്യത്തിനാണ് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. ഒരിക്കൽ TM ജേക്കബും വയലാർ തമ്മിൽ അത്ര ഉള്ളിൽ പോരായിരുന്നു. അപ്പോൾ വയലാർ അസുഖമായിട്ട് ഇവിടെ കിടക്കായിരുന്നു ത്രിവേണിയിൽ. ഞാൻ ത്രിവേണിയുടെ മുമ്പ് കൂടെയാണ് രാവിലെ മണക്കാട് താമസിക്കുമ്പോൾ ഭാര്യയും കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ കയറി ചെന്നപ്പോൾ മെഴ്സി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജേക്കബ് സാറ് വയ്യാതെ കിടക്കാണല്ലോ, അറിഞ്ഞോ? എന്ത് കുഴപ്പം? വയ്യ, ഇപ്പോൾ വെളിയിലോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു, അങ്ങനെ സീരിയസാണ് എന്ന് പറഞ്ഞു. ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കാം, ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫോണിലൊന്ന് ബന്ധപ്പെട്ടിട്ട് സൗകര്യമുള്ളപ്പോൾ ഒരു ദിവസം ഒന്ന് വീട്ടിൽ പോയി നോക്കണം. അങ്ങനെയാണല്ലേ? അപ്പം തന്നെ അവർ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ അവിടെ ഫോൺ എടുത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോകണം, മറ്റാണോ അവസ്ഥയാണെന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെ അവർ ബന്ധപ്പെട്ടപ്പം ഈ ജേക്കബ് സാറിൻ്റെ അനിയനോ ജ്യേഷ്ഠനോ ഒരാളും കൂടി പോകണം കൂടെ, ഇംഗ്ലണ്ടിൽ പോകാനായിട്ടാണ്. അപ്പം പാസ്പോർട്ടില്ല പുള്ളിക്ക്, പാസ്പോർട്ടുണ്ടെങ്കിലേ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ തന്നെ വയലാജി പാസ്പോർട്ടിന് ഏർപ്പാട് ചെയ്തു. അന്ന് എറണാകുളത്തെ പാസ്പോർട്ട് ഓഫീസുള്ളൂ. അവിടുന്ന് അടുത്ത ദിവസം മൂന്ന് ദിവസത്തിനകത്ത് പാസ്പോർട്ട് കിട്ടി. ഈ പാസ്പോർട്ടും കൊണ്ട് പിന്നെ അവിടെ പോയി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നു കിട്ടി. അപ്പം അവർ പഴയ പണക്കങ്ങ് മാറിക്കിട്ടി. കാരണം ആരെങ്കിലും ഒരാൾ പറയാൻ വേണം, ഇങ്ങനെ ഇന്നയാൾ വിരോധം പാടില്ല, അല്ലെങ്കിൽ പാടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം തിരിച്ചു കിട്ടും. അത്രയേ ഉള്ളൂ. ആൾ ശുദ്ധനാണ്. അല്ല, ഞാനൊരു ഇവിടെ ജേക്കബ് സാറിനെ അന്വേഷിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നപ്പം വീട്ടിനിടയിൽ സ്റ്റേറ്റ് കയറി കിടക്കുകയാണ്. കൊടി അഴിച്ചിട്ടില്ല. അപ്പം നല്ല ആളിവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. കൊടി അഴിച്ചിട്ട് വീട്ടിലിട്ടേക്കുമ്പോഴും കൊടി അഴിച്ചു വയ്ക്കും. മന്ത്രി പോകുമ്പോഴേ സാധാരണ കൊടി കെട്ടാറുള്ളൂ. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പല വിധത്തിൽ ഞാൻ പറയുന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല. തമ്പി അന്വേഷിച്ചപ്പോൾ തമ്പി അവിടെ ഇല്ല. തമ്പി വെളിയിൽ പോയേക്കാണ്, തിരിച്ച് വരും, കുറച്ച് കഴിയും വരും. സെക്യൂരിറ്റിക്കാരും ഒക്കെ നോക്കിയപ്പോഴും ഒരിതുമില്ല. ജേക്കബ് സാറിൻ്റെ ഭാര്യയെ കണ്ടുമില്ല. ഭാര്യയ്ക്കാണെങ്കിൽ എൻ്റെ വലിയ കാര്യമാണ്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മോൻ വന്നു. അവിടെ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് അതോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ഛന് സുഖമില്ല, അതുകൊണ്ടിപ്പം ആരെങ്കിലും ചോദിച്ചാലും ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്, അകത്ത് കിടക്കുന്നുണ്ട്, അച്ഛനെ ഇവിടുന്ന് മാറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞൊക്കെയാണ്, അതുകൊണ്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരൊന്നും പറഞ്ഞില്ല, ഞാനങ്ങ് പോയി. പക്ഷേ അത് ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പത്രക്കാരിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ വാർത്തയാക്കാൻ പറഞ്ഞു, ഞാൻ വാർത്തയാക്കിയില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങനെ കുടുംബത്തിനെ വേദനിപ്പിക്കുന്നൊരു ഏർപ്പാട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാർത്തയാക്കില്ല. പക്ഷേ ഞാൻ അന്ന് മംഗളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അവിടെയും പറയാൻ പോയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, എന്നോടുള്ള ദേഷ്യം കയറും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. അന്ന് അതിനു മുമ്പ് കണ്ടതേ ഉള്ളൂ. അന്ന് പോയി തിരിച്ചു വന്നത് ഡെഡ് ബോഡി ആയിട്ടാണ് വന്നത്. ഇപ്പോഴത്തെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് അല്പം മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. കാരണം ഈ മംഗളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വിഷ്വൽ മംഗളം ടെലിവിഷൻ ആരംഭിക്കുന്നതിനും അല്പം മുമ്പ് അതിൻ്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ഉദ്ഘാടനം, ഒരു ചടങ്ങിൽ ഇവിടെ വഴുതക്കാട് വെച്ച് ഉദ്ഘാടനം. അന്ന് പിണറായി സാഹു അവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ട് ആരും സന്തോഷിക്കില്ല, ഒന്ന് ഓരോരുത്തർക്കെതിരായിട്ടുള്ള വാർത്തകൾ വരും, അത് നിങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്നു, ഇതൊന്നും കണ്ടിട്ട് ആരും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ പറ്റി. അത് ആ ചടങ്ങിന് പോകുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. മംഗളത്ത്. അപ്പം അതിനു മുമ്പ് ഞാൻ രാജിവെച്ച് മരുന്നില്ല എന്ന് പറഞ്ഞു. കൊടുക്കുന്ന കാര്യമില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടായിരുന്നാലും കാര്യമില്ല. നമ്മളുടെ ഒന്നും ഉപദേശം ചോദിച്ചിട്ടില്ല അവരെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവർക്ക് അറിഞ്ഞില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നുള്ളതല്ലാതെ
ഓരോരുത്തർക്കും തോന്നുന്ന പോലെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാനും. അങ്ങനത്തെ വർക്കിന് തടസ്സമൊന്നുമില്ല, അവിടെ ജോലി ചെയ്യാം. പക്ഷേ ഒരു കാര്യമുള്ളത്, അവിടെ എല്ലാവർക്കും ഓരോ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ജോലി അവസാനം വരുമ്പോഴത്തേക്കും എല്ലാം എൻ്റെ തലയിൽ വരും. ഒരു വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ലേഷൻ വരും. അത് കഴിയുമ്പം എല്ലാം കഴിഞ്ഞ് ഒരു 8-8:30 ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കായിരിക്കും ഡൽഹിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്, ഇതാ വരുന്നത്, അടിയന്തരമായിട്ട് വാർത്ത വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതും എടുത്ത് കൊടുക്കണം. പിന്നെ അത് മാനേജ്മെൻറ്റ് താല്പര്യമുള്ളതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം. പിന്നെ ട്രാൻസ്ലേഷൻ വരും, അത് കൊടുക്കണം. എല്ലാം പിന്നെ ഇവർക്കെല്ലാം വാർത്തകൾ എഴുതുന്നതിൽ തെറ്റും ഉണ്ടെങ്കിൽ തിരുത്തണം. അക്ഷരത്തെറ്റല്ല, അല്ലാതെയുള്ള പ്രയോഗങ്ങളുണ്ടെങ്കിൽ അത് തീർത്തണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ചെയ്യാനുള്ള ജോലിയും ചെയ്യണം, അല്ലാതെയുള്ള ജോലി ചെയ്യണം. അവർക്ക് വെച്ചാൽ 7 മണിയാകുമ്പോൾ അവരെല്ലാം ജോലി കഴിഞ്ഞിട്ട് അവർക്ക് പോകും. ഞാൻ പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഞാൻ പലപ്പോഴും 9-9:30 ആകുമ്പോൾ ഇത് ശരിയാവില്ല. അപ്പോൾ അവിടെ രാവിലെ എനിക്ക് സമയം എന്ന് വെച്ചാൽ 9:00 ചെല്ലണം. അപ്പോൾ എൻ്റെ 9:00 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 9:00 ബുദ്ധിമുട്ടില്ല ആണ്, ഞാൻ 10 മണിയാകുമ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർ ആരൊക്കെ എന്താണെന്ന് പറയും. അപ്പം ബ്യൂറോ ചീഫ് എന്ന് പറഞ്ഞാൽ ആദ്യം ശ്യാമായിരുന്നു. ശ്യാമ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് വന്നു. ഇപ്പം ആരും ബ്യൂറോ ചീഫായാലും പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ജോലി ചെയ്യേണ്ടത് ഞാനും. എനിക്ക് ഈ സ്ഥാനത്തിന് ഒരു ഭ്രമമില്ലാത്തതുകൊണ്ടോ അത് നമ്മളെ കാര്യങ്ങൾ നടന്നു പോയാൽ മതിയല്ലോ. ജോലിയൊന്നും ആരും ഇടപെട്ടിട്ടില്ല. അപ്പോൾ അതിൽ അക്കൂട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായത്, ഈ VS മോൻ്റെ PhD സംബന്ധിച്ചുള്ളൊരു വാർത്ത വന്നു. അത് വാർത്തയിൽ എൻ്റെ പേരാണ് KK ചന്ദ്രശേഖരൻ എന്നായിരുന്നു പേരടിച്ചാണ് വന്നത്. അത് ഞാനതിൽ ഒരു പങ്കുമില്ലാത്തതാണ്. കാരണം ഞാനൊരു സ്റ്റെനോഗ്രാഫർ ജോലി ചെയ്തിട്ടുള്ളൂ. കാരണം ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ വന്നപ്പം യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ആ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതിൽ തിരുവനന്തപുരം എന്നുള്ളൊരു ഇതിട്ട് കൊടുത്തു. ബാക്കി മുഴുവൻ പുള്ളി പറഞ്ഞു തന്നു, ഞാൻ അങ്ങ് കൊടുത്തു. വേറൊന്നും പറയണ്ട, ആരാന്നും പറയണ്ട, ഒന്നും പറയണ്ട. സംഗതി പത്രത്തിൽ വന്നു. പത്രത്തിൽ വരുന്നതിൻ്റെ തലേ ദിവസം ചീഫ് എഡിറ്റർ അവിടെ വന്നിരുന്നു. അപ്പം ശ്യാമാണ് അന്ന് ബ്യൂറോയുടെ ചുമതല. അപ്പം ശ്യാമിൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ പേരിലൊന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തതല്ല, ഒരു ഫോൺ കാൾ വന്നു, അത് ഇന്നയാൾ തന്നതാണ്. അപ്പോൾ എനിക്ക് അതിലൊരു പങ്കുമില്ല, എൻ്റെ പേരും വയ്ക്കണ്ട, ആരെങ്കിലും അതിൽ സ്വന്തം ലേഖനം വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കതിൽ ഒരു ഉത്തരവൊന്നുമില്ല. അതല്ല, ഇത് നല്ല വാർത്തയാണെന്ന് പറഞ്ഞിട്ട് ചീഫ് എഡിറ്റർ അവിടുത്തെ അദ്ദേഹം നോക്കിയപ്പം ആ വാർത്ത കൊള്ളാമല്ലോ, അത് പേര് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് വെച്ച് കൊടുത്തു. ഈ ഒരു പങ്കുമില്ലാത്ത കാര്യമാണ്, ഞാൻ വല്ല ഒരു കുറ്റം ചെയ്തു. നല്ല രസമായിരുന്നു. അവസാനം പത്രത്തിലടിച്ച് വന്നപ്പോഴത്തേക്കും ഗംഭീരമായി. VS മോൻ മറ്റേ PhDക്ക് വേണ്ടി ശ്രമിക്കുന്ന മറ്റാണെന്ന് പറഞ്ഞ വാർത്തയും. അന്ന് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയപ്പോഴത്തേക്കും ക്യാബിനറ്റ് നോക്കിയപ്പോഴത്തേക്കും VS ആരോ ചോദിച്ചു, പിന്നെ മോനെ PhD സംബന്ധിച്ചൊരു തർക്കം വന്ന് പത്രത്തിൽ വാർത്തയുണ്ടല്ലോ എന്ന് പറഞ്ഞു. നേരെ മുമ്പാണ് ഞാനിരിക്കുന്നത്. VS എനിക്ക് ഒന്നും ഉണ്ടാകാനാവില്ല. അത് നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ, നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത്രയല്ല. അങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഞാനാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എന്തായാലും ശ്യാം ഉള്ളതുകൊണ്ടും ഞാൻ അല്ല എന്നുള്ളത് സത്യസ്ഥിതി ശ്യാം പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ പിന്നെ അതിനുശേഷം വന്ന വാർത്തകളൊന്നും അതിനുശേഷം വാർത്തകൾ പുള്ളി തന്നെ കൊടുത്തു. ഞാനതിലൊന്നും ഇടപെടാനും പോയിട്ടില്ല. ഇല്ല, നമ്മൾ TM ജേക്കബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മളായിട്ട് ഒരാളുടെ ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷേ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആ പയ്യനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടുമില്ല. നമ്മൾ തലയ്ക്ക് വന്നു, അത്രയേ ഉള്ളൂ. കാര്യമില്ല, കാര്യമില്ല. ഒരുപാട് പേര് അവാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരൊക്കെ രസമാണ്. ഒരാൾ വന്നിട്ട് ഞാൻ അവാർഡ് തരാം. എന്തിനാണ് അവാർഡ്? അത് ഏത് അവാർഡ് വേണം, ആര് വേണ്ട, ഒരു സംഘടനയുടെ പേരിൽ. അപ്പോൾ
3-4 ലെറ്റർ ഹെഡ് ഉണ്ട് പുള്ളിയുടെ. അതിലൊരു ഇത് എഴുതിയത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു അവാർഡും വേണ്ട, നമ്മൾ വല്ല വാർത്ത ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കും, എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പേര് വെച്ച് കൊടുക്കാം, പക്ഷേ അവാർഡ് ഇത് വേണ്ട. നമ്മൾ അവാർഡ് അന്വേഷിച്ച് പോയിട്ടില്ല. അവാർഡ് മോശം എന്നുള്ള അർത്ഥത്തിലല്ല, അവാർഡിന് വേണ്ടി നമ്മളൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിലും എനിക്ക് എഴുതി കൊടുക്കാം, ഞാൻ വാർത്ത ഉണ്ടാക്കി വളരെ പാടുപെട്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് അവാർഡ് വേണമെന്ന് എഴുതി കൊടുത്താൽ ആരെങ്കിലും എതിർ കക്ഷികളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു അവാർഡ് ഇടുമോ? VS-ൻ്റെ മോനെക്കുറിച്ച് ആദ്യമായിട്ട് വാർത്ത കണ്ടുപിടിച്ച കക്ഷിയുടെ ആളാണ്, എനിക്കൊരു അവാർഡ് ഇടണമെന്ന് പറയുന്നത്. EMS ഒരുപാട് ഈ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു AK സെൻറ്ററിൽ. അന്ന് ആ പത്രസമ്മേളനം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അന്ന് EMS-ഉം ഒരുപാട് ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ, പിന്നെ ധനകാര്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അനിയൻ നമ്പൂരിപ്പാടിൻ്റെ മകൻ, പിന്നെ ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്പൂരിപ്പാട് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനിയൻ ചോദിച്ചു, ഇത് ഞാൻ പറയട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ EMS നമ്പൂരിപ്പാട് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ പത്രസമ്മേളനം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് നമ്പൂരിപ്പാടിൻ്റെ മകനായിരുന്നു. അത്ര വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് EMS നമ്പൂരിപ്പാടിൻ്റെ കൂടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ പറയും, ഇന്ന് 2 കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഒന്ന്, ഒരു ഉദാഹരണത്തിന് പറയാൻ, ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ സ്വജാധിപത്യം, 2 പാവങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമതൊരു ചോദ്യമില്ല. മൂന്നാമത് ഈ പറഞ്ഞ 2 കാര്യത്തിനകത്ത് ഇന്ന് ചിലപ്പോൾ പറയും ഇന്ന് ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യമേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടല്ലോ, ഇന്ന് ഇതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ആവണമെങ്കിൽ നാളെ ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ KG സാറിൻ്റെ ആണ് ചോദ്യം ചോദിച്ചത്. KG സാർ പറഞ്ഞു, എന്നാൽ പിന്നെ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം, പ്രസ് ക്ലബ്ബിൽ വരാമോ? എന്തിയോ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അങ്ങനെയാണ് അവിടെ ഇരുന്ന് എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെയും കൊപ്പറയുടെയൊക്കെ താങ്ങുവില കർഷകർ ദുരിതത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അന്ന് ആ പത്രസമ്മേളനം വിളിച്ചിട്ട് അവസാനം പറഞ്ഞ് വിജയകുമാറായിട്ട് എടുത്ത് മനോരമയിലെ വിജയകുമാറിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അന്ന് പറഞ്ഞത്. അവസാനം വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ അങ്ങ് പോയി, ക്ലീൻ സ്ലേറ്റ് എഴുതിയാലേ ഇനി ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഒരു ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഒരു ക്ലീൻ സ്ലേറ്റ്, മുന്നണി ബന്ധത്തിൽ തന്നെ ഒരു മാറ്റം വരുന്ന ക്ലീൻ സ്ലേറ്റ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. EMS നമ്പൂരിപ്പാടിൻ്റെ ആ പ്രസ്ഥാനമാണ്. PKV എന്നുവെച്ചാൽ പത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഭംഗിയായിട്ട് പത്രസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് PKVയുടെയാണ്. വളരെ ക്ലാരിറ്റി ആയിട്ട് അദ്ദേഹം പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയും, ഒരു സംശയവുമില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിന് മറുപടിയുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് കഴിക്കുള്ളൂ. ലീഡർ ആണെങ്കിൽ ലീഡറും പറയാനുള്ള കാര്യങ്ങൾ പറയും, പക്ഷെ പെട്ടെന്ന് എല്ലാം ഒന്നും എഴുതിയൊന്നും വയ്ക്കില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ പറയും, ചില നോട്ടുകൾ വരും, എല്ലാത്തും ബാക്കി പറയും. പിന്നെ CH എല്ലാം വളരെ ഭംഗിയായിട്ട്, CH കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ഭംഗിയായിട്ട് വരും. പത്രക്കാർക്കൊക്കെ എപ്പോഴും ഏത് സമയത്ത് ഇരുന്നാലും എന്തെങ്കിലും ഒരു കളി തമാശ പറയാതെ വിടില്ല. പിന്നെയുള്ള മുഖ്യമന്ത്രിമാരിൽ AK അദ്ദേഹം പത്രസമ്മേളനത്തിന് ക്യാബിനറ്റ് തീരുമാനങ്ങളൊക്കെ പറയും. അല്ലാതെ അതിനാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തരേണ്ട സാധനത്തിന് എല്ലാം നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇമ്പോസ് പോലെ ഇങ്ങനെ പറഞ്ഞ് എഴുതിക്കും. എല്ലാം കൈ കഴുകുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും ചോദിക്കുന്നത്, പിന്നെ വിചാരിക്കും ഇത്രയും കൈ കഴിച്ചില്ല, ഇനി പോവാം, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ക്യാബിനറ്റ് തീരുമാനങ്ങളുള്ള പോലെ പറയും, പക്ഷേ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് ഇമ്പോസ് എഴുതിക്കും. ഒരു ദിവസം നമ്മുടെ ജോയിയോട് പറയുകയും ചെയ്തു. ജോയി ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. അന്ന് ഇതുവരെ ഫോട്ടോ കോപ്പി ഒന്നും വലുതായിട്ടില്ലല്ലോ.
അപ്പോൾ ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് ഇമ്പോസ് എഴുതിക്കുകയാണല്ലോ എന്ന് പറയും. അതുപോലെ ആ ഒരു സ്വഭാവമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഇവിടെ ഇത് കണ്ട് ഇതിൻ്റെ പ്രസ് ക്ലബ് വെച്ച് പത്രസമ്മേളനം നടത്തുമ്പോഴും പി ടി തോമസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മളെ കൂടി പറഞ്ഞു, ഇനി നമ്മളെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഫോട്ടോ കോപ്പി എടുത്താൽ ഇപ്പോൾ ഇവിടെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. പിന്നെ പി ടി തോമസ് ഫോട്ടോ കോപ്പി വരും. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ എൻ്റെ കൈ തന്നെ പലപ്പോഴും കൈ കഴിച്ചിട്ടുള്ളത് ഈ ആൻ്റണി സാറിൻ്റെ ഇമ്പോസിനെ കൊണ്ടാണ്. അദ്ദേഹത്തെ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഐക്യം വന്നപ്പോൾ ഇതിൽ കോൺഗ്രസിനെ വിട്ട് LDFിലേക്ക് പോകണമെന്നുള്ള ചിന്ത ലീഗിൽ ഉള്ള ആൾക്കാർക്കുണ്ടായി. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ EMS ഒരുപാട് ഒരു പത്രാഫീസിൽ പോകാറില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വൈകിട്ട് ചിലപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങോട്ട് വരും. എന്നിട്ട് ചെറുപ്പത്തിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് അദ്ദേഹം വരുന്നുള്ളത് ഞാൻ വിവരം പറയും. ചെറുപ്പത്തിൽ സാർ ഇറങ്ങി വരും. ഇന്ന വർഷത്തിൽ ഇന്ന ബുക്കിങ് എടുത്തുകൊണ്ട് വരണമെന്ന് പറയും. അപ്പം ചെറുപ്പത്തിൽ സാർ അതാത് ദിവസത്തെ ചരിത്രങ്ങൾ കുറിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും സംശയം വന്നാൽ ആ ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അത് നോക്കി എടുക്കുമ്പോൾ ഉണ്ട് മതി എന്ന് പറയും. ഇരിക്കാൻ പറഞ്ഞാൽ പോലും നിൽക്കില്ല, അപ്പോൾ പോകും. അപ്പോൾ ഈ പത്രാഫീസിൽ മുഴുവൻ ഏതാണ്ട് കിടന്ന ഒരു കോളേജായിരുന്നു ശാന്തി സാറ്. പക്ഷേ EMS വരുമ്പോഴേ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും EMS വരുമ്പോൾ ഒരു ദിവസം അവിടെ കയറി വന്നപ്പോൾ ചെറുത് ചോദിച്ച് ഇനി ആ ലീഗുമായിട്ടൊന്ന് ഐക്യം പുനഃസ്ഥാപിച്ചുകൂടി, അവരും നിങ്ങളും കൂടി ആകുമ്പോൾ ഉള്ള കാലവും കേരളം കയ്യിലിരിക്കുമല്ലോ. ഒരു മറുപടിയും പറഞ്ഞില്ല. ചോദ്യം കേട്ടതായിട്ട് പോലും ഭാവിക്കാതെ ആണെന്നോ അല്ലെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പോയി. ഇന്നും അത് ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് എടുക്കുകയാണ്. കാരണം ആ ചോദ്യത്തിൻ്റെ മറുപടി വെച്ചാൽ മുസ്ലിം ലീഗും CPM ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളം അവരുടെ കയ്യിലിരിക്കില്ലെന്ന് ചോദിച്ചു. പക്ഷേ ആ ചോദിച്ചത് അതിന് പിന്നെ എങ്ങനെയോ ഉള്ളത് നമ്മളിപ്പോൾ മറുപടിയില്ല. പക്ഷേ ലീഗിനെ ഒരുമിച്ചല്ലെങ്കിലും അടർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊന്നും അത്രത്തോളം വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പം നമുക്ക് ഞാൻ പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പഴയ പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഉള്ളുകളിലൊന്നും നമുക്ക് അറിഞ്ഞില്ലല്ലോ. പക്ഷേ ആ ചോദ്യം ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു. ഇപ്പോൾ ഒരാൾ കയറി വന്നു ഉച്ചയ്ക്ക്, അന്ന് എല്ലാവരും നമ്മൾ ഓഫീസിലുള്ളവരെല്ലാം ഉണ്ണാൻ പോകും. 3 മണിക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഒരാൾ അറിഞ്ഞ് നല്ല കണ്ടീഷനായിട്ട് വന്നതാണ്. ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വരെയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഗുരുതരപ്പെട്ടവർ പേടിച്ചു. അതുകൊണ്ട് കണ്ടെത്താനൊരു ഗുണ്ട മട്ടുണ്ട്. ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വരെയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു തട്ടിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കാര്യം, ഇരിക്കാൻ പറഞ്ഞു. ശരിയില്ല, ഞാൻ ജയിലിൽ നിന്ന് വരെയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരുത്തരം തട്ടിട്ട് പോവുള്ളൂ. ഞാൻ പറഞ്ഞു അല്ല ഇരുന്ന് സംസാരിക്കാം, നമുക്ക് ഇവിടെ വന്ന് ഓഫീസ് വന്നതല്ല, ഇരുന്ന് സംസാരിക്കാം. അയാൾ ജീവിതത്തിൽ ആരും അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇരുന്നു. കാര്യം എന്താണ്? അത് ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല. ഞാൻ പണ്ട് ചാരായം മാറ്റി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ചാരായം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, കള്ളക്കേസ് കൊടുക്കുകയാണ്. കള്ളക്കേസ് കൊടുത്ത് എനിക്ക് നിവർത്തിയില്ല. ഞാൻ ഇനി പറഞ്ഞു കൊടുത്താൽ ഞാൻ കൊന്നിട്ട് ഞാൻ വീണ്ടും ഇനി പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പോട്ടെ, ഇപ്പോൾ 2 അടിച്ചിട്ടുണ്ടല്ലേ, അത് നമ്മളൊക്കെ വല്ലപ്പോഴും അടിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇനി വേറെ ഓഫീസിലൊന്നും പോകരുത്, നേരെ അങ്ങ് വീട്ടിൽ പോയാൽ മതി, നാളെ നമുക്ക് ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അയാൾ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ വരുന്നവനെ ആ രീതിയിൽ കൈകാര്യം ചെയ്തൊക്കെ പോയി. ഈ ശ്രീ KM ജോർജിൻ്റെ രാജി ഒരു ദിവസം പത്രസമ്മേളനം വിളിച്ച്, അത് ക്ലിഫ് ഹൗസിൽ മന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ അത് രാജി വിളിച്ചിട്ട് കേരള കോൺഗ്രസ് പുലർന്ന സമയത്ത് അതായിരുന്നു എനിക്ക് വളരെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം.
അദ്ദേഹത്തെ കണ്ണിൽ നിന്ന് രക്തം പോലെ, കണ്ണീരല്ല രക്തമാണ് വരുന്നത്. ആ പാർട്ടി കെട്ടി ഉണ്ടാക്കിയിട്ട് പാർട്ടി ഇതായല്ലോ, കഷ്ടപ്പാടായല്ലോ എന്നുള്ള പ്രയാസത്തിൽ കേരള കോൺഗ്രസ് വളർന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒരുപാട് കാലം ജീവിച്ചില്ല. അപ്പം ആ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ഞാനായിരുന്നു അന്ന് എക്സ്പ്രസിന് വേണ്ടി. രാജിയല്ല, പാർട്ടി വളർന്ന സമയത്ത് മാണി സാറും ജോർജ് സാറും ഒരുമിച്ച് നിന്നല്ലോ. അപ്പം അതിനകത്ത് ഈ മറ്റേ പാർട്ടി വളർന്നാലേ മാണി സാറിന് ആ ചാൻസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു ആക്ഷേപം. അതുകൊണ്ട് അങ്ങനെയാണ് പാർട്ടി വളർന്നതെന്ന്. അല്ല, ഒരേ സഭയിൽപ്പെട്ട ആൾക്കാർ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളിൽ വരുള്ളൂ സഭയുടെ പിന്തുണ. മണിസ്വാമി ഒരു ദിവസം പ്രസിഡന്റിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ കയറി വന്നു. സാറിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ മുറുക്കാൻ മുറുക്കി എടുക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ ഞാൻ നോക്കി, ഒരു പരിചയമില്ല. മാധവ സാർ ആളിനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞൂടാ. ഇതാണ് മണിസ്വാമി, KCS മണി, സർ CP രാമസ്വാമി വരെ പറ്റിയ ആൾ. അന്ന് അത് റിപ്പോർട്ട് ചെയ്ത ഏക പത്രക്കാരൻ PTയിൽ ഉണ്ടായിരുന്ന ശർമ്മജിയായിരുന്നു. ഈ സംഗീത അക്കാദമിയിലെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് ഹാളിൽ നിന്ന് പുറത്തു വരുന്ന CPയെ അവിടെ ഒളിച്ചിരുന്ന് വെട്ടി മൂക്കിൻ്റെ അറ്റത്ത് വെട്ട് വാളിൻ്റെ നിന്ന് രക്തം ഒഴിച്ചു. വൈദ്യുതിയും പോയി, കറണ്ടില്ലാതായപ്പോഴത്തേക്കും CPയെ വെട്ടിയെന്ന് കേട്ടപ്പോൾ തന്നെ പോലീസ് വളഞ്ഞു. അതിനിടയ്ക്ക് എന്താണെന്ന് അറിഞ്ഞില്ല, വെട്ടിയാളിനെ കണ്ടുപിടിച്ചില്ല, പോയി. അതാണ് KCS മണി. അപ്പോൾ എനിക്ക് ഈ ചരിത്രം മനസ്സിലാവുന്നത് മാധവൻ സാർ പരിചയപ്പെടുത്തുന്നു. പിന്നെ പലപ്പോഴും മണിസ്വാമി അവിടെ വരും, വന്ന് മാധവൻ സാറായിട്ട് സംസാരിക്കും, പോകും, ഒരു സാധാരണക്കാരനായിട്ട് നടന്നു പോകും. പിന്നെ കേരളത്തിലെ പഴയ സ്പോർട്സ് എഡിറ്ററുണ്ടല്ലോ നമ്മുടെ അറപ്പുര ഭാസ്കരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഭാര്യയുടെ കൂടെയാണ് റീത്ത വർക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം അവിടുത്തെ അറപ്പുര ഈ ചരിത്രമൊക്കെ പറയും. CPയെ വെട്ടിയ കക്ഷിയെ മതിൽ അഴിച്ച് അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഈ തമിഴ്നാട് കേരള അതിർത്തിയിൽ അന്ന് മദ്യനിരോധന ഉണ്ടായിരുന്ന ഭാഗമുണ്ടല്ലോ, അതിനപ്പുറത്ത് കേരള തിരുവനന്തപുരത്തിനപ്പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അങ്ങനെ വന്ന് പിന്നെ ഒളിവ് കഴിഞ്ഞ് പിന്നെ പിടിക്കാനും പറ്റില്ല. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണല്ലോ അത്. അന്ന് സ്വാതന്ത്ര്യം കിട്ടി എങ്കിൽ പോലും 48 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇത് നടന്നത് അടുത്ത വർഷമായിട്ടാണ്. അപ്പം അങ്ങനെ ആ സംഭവം പറയാം. അപ്പം ഈ ഇത് പറയാൻ തന്നെ കാരണം കേരളവതി ഒരു ദിവസം BA പാസ്സായിട്ട് ഇവിടെ വന്ന് പത്രം തുടങ്ങി. പത്രം തുടങ്ങിയപ്പോൾ പത്രം നടത്തിക്കൊണ്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം ഒരു എന്ത് ചെയ്യാൻ, നമ്മൾ BA പാസ്സായിരിക്കുകയാണ്, ജോലിയില്ല, ഇനിയിപ്പോൾ പത്രം നടത്തിക്കൊണ്ട് പോകില്ല, എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ കൂടി ഒരു കൊച്ചു റോഡുണ്ട്. ആ റോഡിൽ കൂടി ഒരാൾ ഒരു കാവ്യ വസ്ത്രം ധരിച്ച ഒരാൾ പോയി നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരാൾ വിഷമിച്ചിരിക്കുന്നത് പറഞ്ഞ് തിരിച്ചു വന്നു. എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ പത്രക്കാരനാണ്, പത്രം നടത്തി, ഇപ്പം ബുദ്ധിമുട്ടിലാണ്, മുമ്പോട്ട് പോകാനും പറ്റുന്നില്ല, എല്ലാം ശരിയാവും, അതിൻ്റെ അല്പം സമയമെടുക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാർഷിക വസ്ത്രധാരി പോവുകയും ചെയ്തു. പിന്നീട് അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് സർ CP രാമസ്വാമിയെ കാണാൻ വേണ്ടി പത്രാധിപൻ പോയി. പത്രാധിപൻ ചെന്നപ്പോൾ തന്നെ
സർ സി പി ചോദിച്ചു എന്താ വന്നിരിക്കുന്നത്. അത് എനിക്ക് ഒന്ന് കാണണമായിരുന്നു. എന്താണ് പത്രം നടത്തി, പത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, എത്ര രൂപ ചിലവ് വരും? അത് ദിവസം എനിക്ക് 600 രൂപയുടെ കുറവുണ്ട്, അതുകൂടി കിട്ടിയാലേ പോകാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു 600 രൂപയുടെ പരസ്യം PRD വഴി കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കേരളത്തിലേക്ക് പരസ്യം കൊടുത്തത് CP ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് CP ഇവിടുന്ന് CPയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഒരു ഭീകരനാണ്, മറ്റാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സത്യസ്ഥിതി അതല്ല. CP ഇവിടുന്ന് വിട്ടുകൊണ്ടതിൻ്റെ അധികം താമസിയാതെ ഇവിടുന്ന് പോയി അവിടെ തമിഴ്നാട്ടിൽ പോയി താമസിച്ച സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു 10 ലക്ഷം രൂപ ഒരു ബാഗിൽ കൊടുത്തു വിട്ടു. അപ്പോൾ CP ചോദിച്ചു ഇത് ഇവിടുന്നാണ് മഹാരാജാവ് തന്നയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവിൻ്റെ പറഞ്ഞാൽ മതി, എനിക്ക് സന്തോഷമുണ്ട്, ഇപ്പം പൈസയുടെ ആവശ്യമില്ല, ഒരു ഇൻഷുറൻസ് ചേർത്തിട്ടുണ്ട്, മാസം 3000 രൂപ അതിന് കിട്ടും, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തമ്പുരാനെ കണ്ടോളാം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മടങ്ങി. അപ്പോൾ CP അഴിമതിക്കാരനല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഇത്. ഒരു കാര്യം ഉറപ്പാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇത്രയും സ്വത്തുണ്ടെന്നുള്ള വിവരം അറിയാമെന്നുള്ള തിരുവിതാംകൂർ മഹാരാജാവ് കഴിഞ്ഞാൽ അറിയാമെന്നുള്ളത് CP ആണ്. ആ CP ആണ് ഈ ചീത്തപ്പേരുണ്ടാക്കിയിട്ടത്. പക്ഷേ പത്മനാഭൻ്റെ ഒരു പൈസ അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ ആവശ്യപ്പെട്ടത് CPയുടെ ബുദ്ധിയാണ്. CP പറഞ്ഞത് ഒരു ജപ്പാനെ പോലെ ഒരു കൊച്ചു രാജ്യം മതി സ്വതന്ത്ര തിരുവിതാംകൂർ. തമിഴ്നാട്ടിലെ നാഞ്ചനാടും കുട്ടനാടും ഉൾപ്പെടെ FACT ഉള്ള ആലുവ അതുവരെയുള്ള സ്ഥലം ഉൾപ്പെട്ട തിരുവിതാംകൂർ പ്രദേശം മതി, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, ഇതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് പറയുകയാണ്. ഈ സ്വത്തും ഒരു കാര്യങ്ങളും എല്ലാം സ്വർണ്ണത്തിനൊക്കെ വില കൂടിയപ്പോഴാണെങ്കിലും CPക്ക് ഇതുണ്ട്. പക്ഷേ CP ഇന്ത്യയിലെ അറിയപ്പെടുന്ന വക്കീലന്മാരിലെ ഒരാളായിരുന്നു. വക്കീലന്മാരെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ വളരെ നല്ല പേരുള്ള വക്കീലായിരുന്നു. പക്ഷെ അങ്ങനെ എന്തുകൊണ്ട് അവസാനം കിട്ടിയത് ചീത്ത പേര്. പക്ഷെ ഇവിടെ വെച്ച ഈ നേട്ടങ്ങളുടെ എല്ലാം ഈ ക്ഷേത്രപ്രവേശനം, വിളംബരം ഇതെല്ലാം കൊണ്ടുവന്ന് അറിയില്ല. പക്ഷെ നേട്ടം മുഴുവൻ CPക്കല്ല കിട്ടിയത്. കൊട്ടാരത്തിന് അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ബുദ്ധി അപാര ബുദ്ധിയാണ്. എൻ്റെ ഭാര്യ പേര് പ്രസന്നകുമാരി, വീട് മാവേലിക്കര കുറത്തിയാടാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് എയർ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായിട്ട് റിട്ടയറായി. മോനാണുള്ളത്. എൻ്റെ പേര് പ്രകാശ്, CP പ്രകാശ്. അപ്പോൾ SBI ലൈഫിൻ്റെ പത്തനംതിട്ട ഡിവിഷൻ മാനേജറാണ്. എൻ്റെ ഭാര്യ ഡോക്ടർ ഗായത്രി, ആയുർവേദ ഡോക്ടറാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ വർക്ക് ചെയ്യുന്നു, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഇനി ഉള്ളത് അവരുടെ കുട്ടിയുടെ പേര് നക്ഷത്ര എന്നാണ്, നക്ഷത്ര പ്രകാശ്. അവിടെ കിൻഡർ സ്കൂളിൽ പോകുന്നുണ്ട്. ഇന്ന് പൂജപ്പുര കേശവൻ നായർ റോഡ്, ഹൗസ് നമ്പർ 193.